ഹായ് മക്കളെ, ഉനൈസാറാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് +2 ഏറ്റവും വലിയ ചാപ്റ്ററാണ്. ഏതാണ്? ചാപ്റ്റർ 7 ഇൻ്റഗ്രൽസ്. കുറച്ച് പേരുടെയെങ്കിലും മുഖമൊക്കെ എന്തൊരു ചാപ്റ്റർ ആണെന്നൊക്കെ വിചാരിക്കും, കാരണം ഒരുപാട് ഇക്വേഷൻ ഉണ്ട്. പക്ഷെ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല, അത് പഠിച്ചേ പറ്റുള്ളൂ. എങ്ങനെയാണ് അതിൻ്റെ ഓരോ മോഡലും നമ്മൾ അടിപൊളിയായിട്ട് ചെയ്യണമെന്നുള്ളതാണ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോണത്. ഓക്കെ അല്ലേ? എല്ലാ ക്വസ്റ്റ്യനും എല്ലാ ടൈപ്പ് മോഡലും നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു എന്തായിട്ടൊക്കെ ഒരു ബേസ് ആയിട്ട് വെച്ചിട്ട് മക്കൾ എന്ത് ചെയ്യുക, പഠിക്കാടാ. അപ്പോൾ ഇതിലെ ബേസിക് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒരെണ്ണം പോലും നമ്മൾ സ്കിപ്പ് ചെയ്യില്ല, ഒറ്റ ഇക്വേഷൻ പോലും നമ്മൾ സ്കിപ്പ് ചെയ്യണില്ല. ആവശ്യമില്ലാത്ത കുറച്ച് കാര്യങ്ങൾ മാത്രം ഒന്ന് ഒഴിവാക്കിയിട്ടുണ്ട്, ബാക്കിയുള്ള എല്ലാം നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റെഡി അല്ലേ? തുടങ്ങല്ലേ? അപ്പോൾ അതെ, ഏറ്റവും ആദ്യം എന്ത് പഠിക്കണം? ഇക്വേഷൻ പഠിക്കണം അല്ലേ? ആദ്യം ഈ ഇക്വേഷൻ പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒറ്റ കാര്യം പഠിച്ചാൽ മതി. ആദ്യം നമ്മുടെ 5ാമത്തെ ചാപ്റ്റർ ഇല്ലേ, കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറഞ്ഞിട്ട്, ആ ഡിഫറൻഷ്യബിലിറ്റിയിലെ ആ ഇക്വേഷൻസ് ഒന്ന് പഠിക്കുക. അത് പഠിച്ചു കഴിഞ്ഞാൽ ഇൻ്റഗ്രൽസിൻ്റെ ഇക്വേഷൻ സിമ്പിളാണ്. അതെന്താണെന്ന് വെച്ചാൽ മക്കൾ ഇവിടെ നോക്കിയടാ, ഇവിടെ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് d/dx ഓഫ് സൈൻ എക്സ് ഉണ്ട് അല്ലേ? d/dx ഓഫ് സൈൻ എക്സ് നിങ്ങൾക്ക് ഇവിടെ കാണാം. എന്താണ് ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ? കോസ് എക്സ് ആണ്. അപ്പോൾ എന്താണ് ഇൻ്റഗ്രൽ കോസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സൈൻ എക്സ് ആയിരിക്കും. ഇത്രയുള്ള പരിപാടി. ക്ലിയർ? അപ്പോൾ എന്തിലാണോ നമുക്ക് ഡെറിവേറ്റീവ് ചെയ്തപ്പോൾ കിട്ടിയത് അവിടെ ഇൻ്റഗ്രൽ ഇട്ട് കൊടുത്താൽ ഇപ്പുറത്തുള്ള ആൾ കിട്ടും. ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നോക്കിയേ, d/dx ഓഫ് മൈനസ് കോസ് എക്സ് ആണ് എന്തെന്ന് പറയാം. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ടാവും, കോസ് എക്സ് ആയിരിക്കും എന്തെന്ന് പറയാടാ, മൈനസ് സൈൻ എക്സ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? മൈനസ് സൈൻ എക്സ് ആണ് വരാം. അപ്പോൾ ഇൻ്റഗ്രൽ സൈൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് വരും? കോസ് വരും, പക്ഷേ മൈനസും കൂടി അപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പം അതുകൊണ്ട് ഇവിടെ എന്തായിട്ട് മാറി? മൈനസ് കോസ് എക്സ് ആയിട്ട് മാറി. ദെൻ ഇൻ്റഗ്രൽ ടാൻ എക്സ് എന്താ? സീക് സ്ക്വയർ എക്സാ. അപ്പോൾ ഇൻ്റഗ്രൽ സീക് സ്ക്വയർ എക്സ് എന്താ? ടാൻ എക്സ് ആണ്. അതേപോലെയാണ് നമ്മൾ ഇതിലെ ഓരോ ഇക്വേഷൻ. അപ്പോൾ ഇതിൽ ഈ ഇക്വേഷനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എന്താണ്? സീക് എക്സ് ടാൻ എക്സ്. ഇൻ്റഗ്രൽ സീക് എക്സ് ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ സീക് എക്സ് ആണ്. ക്ലിയർ? ആ ഒരു ഐഡിയ മനസ്സിലുണ്ടാവണം. നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. e⁻x ഇൻ്റഗ്രലും ഡെറിവേറ്റീവും എന്ത് തന്നെയാണ്? e⁻x തന്നെയാണ്. അതിന് ചേഞ്ച് ഒന്നുമില്ല. ദെൻ കുറച്ച് കാര്യങ്ങൾ ഡെറിവേറ്റീവിലും ഇൻ്റഗ്രൽസിലും കുഞ്ഞ് ചേഞ്ചസ് ഉണ്ട്. അത് നമുക്ക് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദെൻ ഇത് പഠിച്ചു വെച്ചോ, log x-ന്റെ ഡെറിവേറ്റീവ് എന്തായിരുന്നു? 1/x ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ 1/x എന്താണ്? log x ആണ്. ക്ലിയർ? ദെൻ ഇത് ഒരു മാർക്കിന് ചോദിച്ചിട്ടുണ്ട്, ഒരു പ്രീവിയസ് ഇയറിൽ നമുക്ക് ചോദിച്ചിട്ടുള്ള സംഭവമാണ്. എന്താണ് ഇൻ്റഗ്രൽ a⁻x എന്നുള്ളത്? അപ്പോൾ പഠിച്ചു വെച്ചോ, a⁻x log a എന്തായിരിക്കും? a⁻x ഡിവൈഡഡ് ബൈ log a ആണ്. നമ്മൾ d/dx ഓഫ് a⁻x നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്താണ് d/dx ഓഫ് a⁻x എന്ന് പറഞ്ഞാൽ? a⁻x log a. ഇൻ്റഗ്രലിൽ വരുമ്പോൾ ആ log a എന്താവും? ഡിവൈഡ് ആവും. ക്ലിയർ? ദെൻ ഇവന്മാരെല്ലാവരെയും പഠിച്ചു വെക്കണം, കാരണം 1 മാർക്കിന് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. ഇൻ്റഗ്രൽ ടാൻ എക്സ് എന്താണ്? ഇൻ്റഗ്രൽ കോട്ട് എക്സ് എന്താണ്? ഇൻ്റഗ്രൽ സീക് എക്സ് എന്താണ്? ഇൻ്റഗ്രൽ കൊസീക്. അതിൽ ടാൻ എക്സും സീക് എക്സും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇൻ്റഗ്രൽ ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഗ് സീക് എക്സ് ആണ്. ഇൻ്റഗ്രൽ സീക് എക്സ് എന്ന് പറഞ്ഞാൽ ലോഗ് സീക് എക്സ് പ്ലസ് ടാൻ എക്സ് ആണ്. ഐഡിയ കിട്ടിയില്ലേ? അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ചെയ്തു തുടങ്ങുക. അപ്പോൾ ചില സമയത്ത് ക്വസ്റ്റ്യനിൽ എങ്ങനെ ക്വസ്റ്റ്യൻ വരാം? ആൻറ്റി ഡെറിവേറ്റീവ് എന്നാണ്. അതായത് ഡെറിവേറ്റീവിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അതാണ് എന്തെന്ന് പറയാ? ഇൻ്റഗ്രേഷൻ എന്ന് പറയാം അല്ലേ? അപ്പോൾ ഇൻ്റഗ്രലിനെ നമുക്ക് എന്തും കൂടി പറയാം? ആൻറ്റി ഡെറിവേറ്റീവ് എന്നും കൂടി നമുക്ക് പറയാം. ആദ്യത്തെ സംഭവമാണ് എന്ത്? sin 2x. അപ്പോൾ ഇൻ്റഗ്രൽ sin 2x ആണ് വരിക. sin 2x dx നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് അല്ലേ ചെയ്യാം. അപ്പോൾ എന്തായിരിക്കും വരിക? അപ്പോൾ ഇതിൽ നമ്മളൊരു കാര്യം ആലോചിച്ച് നോക്കണം, ഏതൊക്കെ ടേം ഉണ്ടെന്ന് നോക്കണം കേട്ടോ. സൈൻ്റെ ടേം ഉണ്ട്, 2x-ന്റെ ടേം ഉണ്ട്. അപ്പോൾ ഇൻ്റഗ്രൽ സൈൻ എന്താ? നമുക്കറിയാം. എന്താണ് ഇൻ്റഗ്രൽ സൈൻ എന്ന് പറഞ്ഞാൽ? മൈനസ് കോസ് ആണ്. അപ്പോൾ ബാക്കി എന്താണോ അതുപോലെ അങ്ങ് എഴുതാം. sin 2x ആണെങ്കിൽ അത് അതുപോലെ അങ്ങ് എഴുതാം. സോ മൈനസ് കോസ് 2x എഴുതി. ഡിവൈഡഡ് ബൈ നമ്മൾ ഡെറിവേറ്റീവിൽ എന്താ ചെയ്യുക? ഡെറിവേറ്റീവിൽ മക്കൾ പഠിച്ചിട്ടുണ്ട് sin 2x അല്ലേ? d/dx ഓഫ് sin 2x എന്ന് പറഞ്ഞാൽ എന്താ? സൈൻ്റെ ടേം ഉണ്ട്, 2x-ന്റെ ടേം ഉണ്ട്. സൈൻ്റെ ടേം എന്താവും? കോസ് 2x ആവും ഇൻറ്റു 2x-ന്റെ ഡെറിവേറ്റീവിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാറുണ്ടായിരുന്നു. ഈ കേസിലേക്ക് വരുമ്പോൾ 2x-ന്റെ ഡെറിവേറ്റീവിനെ നമ്മൾ എന്താ ചെയ്യുക? ഡിവൈഡ് ആണ് ചെയ്യുക. അപ്പോൾ ഇവിടെ 2x-ന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എത്ര വരും? 2 ആയിരിക്കും വരാം. 3x-ന്റെ ഡെറിവേറ്റീവ് ആണെങ്കിൽ 3, 5x-ന്റെ ഡെറിവേറ്റീവ് ആണെങ്കിൽ 5, പ്ലസ് എന്തും കൂടി ഇട്ട് കൊടുക്കുക? സിയും കൂടി ഇട്ട് കൊടുക്കുക. ഒരു കോൺസ്റ്റൻ്റ് ആണ്. ക്ലിയർ? ഇതാണ് നമ്മളുടെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ദെൻ അടുത്തത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഫൈൻഡ് ദി ആൻറ്റി ഡെറിവേറ്റീവ് ഓഫ് e⁻2x ആണ് വരാം അല്ലേ? അപ്പോൾ നമുക്കറിയാം എന്താണ് e⁻x-ന്റെ ഇൻ്റഗ്രലും d/dx എന്ത് തന്നെയാണ്? e⁻x. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ d/dx ഓഫ് e⁻x നമുക്കറിയാം എന്താണ്? e⁻യുടെ ഫംഗ്ഷൻ ആണെങ്കിൽ e⁻x ആണ്, കഴിഞ്ഞിട്ടില്ല ഇൻറ്റു
ആ മുകളിൽ കിടക്കുന്ന സംഭവമില്ലേ അതിൻ്റെ പവർ, അതിൻ്റെ ഡെറിവേറ്റീവിനെ നമ്മൾ മൾട്ടിപ്ലൈ കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ 1 ആണ്. സോ ഞാൻ ആ മൾട്ടിപ്ലൈ കൂടി ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് d/dx ഓഫ് e⁻x എന്ത് തന്നെയായത്, e⁻x ആയത്. ഇൻ്റഗ്രലിൽ വരുമ്പോൾ എന്ത് തന്നെയാണ് സംഭവിക്കുക, ഇൻ്റഗ്രൽ e⁻x dx എന്ന് പറഞ്ഞാലും e⁻x ആണെങ്കിൽ ഈയുടെ ടൈം ആണെങ്കിൽ അത് അതുപോലെ അങ്ങ് എഴുതാം, ഡിവൈഡഡ് ബൈ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ 1 ആണ്. സോ അതും ഇവിടെ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഇവൻ എന്താവണത്, e⁻x തന്നെയാവണത്. നമുക്ക് ഇതിലേക്ക് വരാം. സോ ഇൻ്റഗ്രൽ e⁻2x dx ആ. അപ്പോൾ ഇവിടെ e⁻ വന്നതുകൊണ്ട് എന്ത് തന്നെയായിരിക്കും, e⁻2x തന്നെയായിരിക്കും, ഡിവൈഡഡ് ബൈ ഇവിടെ നമ്മൾ എന്തായിരിക്കും ഇൻ്റഗ്രൽ വരുമ്പോൾ ഒക്കെ ഇനി എന്ത് ചെയ്യുക, എക്സ് ആണെങ്കിൽ ഒക്കെ 1 ആയിട്ട് ഡിവൈഡ് ആയി പോകും. പക്ഷെ ബാക്കി എല്ലാം ആണെങ്കിലും അതിൻ്റെ ഡെറിവേറ്റീവിനെ നമ്മൾ താഴത്ത് എഴുതിയിരിക്കണം. അപ്പോൾ e⁻2x ആണ് മുകളിൽ അല്ലേ, 2xൻ്റെ ഡെറിവേറ്റീവ് എന്താ 2 ആണ്, പ്ലസ് സി കഴിഞ്ഞു. എത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഐഡിയ കിട്ടിയോ. ദെൻ അടുത്തതാണ് നമുക്ക് ഇതേ മോഡലിൽ തന്നെ ഒരെണ്ണം വരാം, ഫൈൻഡ് ആൻഡ് ആൻറ്റി ഡെറിവേറ്റീവ് ഓഫ് e⁻2x + 3 ആണ്. സോ ഇൻ്റഗ്രൽ e⁻2x + 3 dx ആണ്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കണം e⁻2 ആണല്ലോ, e⁻യുടെ ഫംഗ്ഷൻ വരുമ്പോൾ തന്നെ നമുക്ക് അവനങ്ങ് ആദ്യം ഇട്ട് കൊടുക്കുക, e⁻2x + 3 ഡിവൈഡഡ് ബൈ ഇവിടെ എന്താ വരാ 2x + 3 ആണ് മുകളിലുള്ളത് അല്ലേ. അതിൻ്റെ ഡെറിവേറ്റീവ് എന്താ, 2xൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 2 ആണ്, 3ൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ 2 + 0 എന്തായിട്ട് കിട്ടും, 2 ആയിട്ട് തന്നെ കിട്ടും, പ്ലസ് സി. ഐഡിയ കിട്ടിയ ഇത്രേ ഉള്ളൂ. ഡെറിവേറ്റീവ് എന്താണോ അത് താഴത്ത്, സെറ്റ് അല്ലേ. അപ്പോൾ നമ്മൾ അടുത്തതിലേക്ക് പോവാണ്. അടുത്തത് ഇത്തിരി കൂടി ഒന്ന് മിക്സ് ചെയ്ത് വരുന്ന ടൈപ്പ് അല്ലേ. അപ്പോൾ ഇവിടെ ആരൊക്കെ ഉണ്ട്, ഇൻ്റഗ്രൽ sin 2x - 4e⁻3x dx ആണ്. ഒന്നുകിൽ നമുക്ക് സെപ്പറേറ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരുമിച്ച് ചെയ്യാം. ആദ്യം വേണമെങ്കിൽ ഒരെണ്ണം സെപ്പറേറ്റ് കാണിച്ചു തരാം കേട്ടോ. സെപ്പറേറ്റ് ചെയ്യുമ്പോൾ എന്താ വരാം, sin 2x dx മൈനസ് ഇൻ്റഗ്രൽ 4e⁻3x dx. ഇങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഒരുമിച്ച് ചെയ്യാം. ഒരുമിച്ച് ചെയ്യാൻ പറ്റിയാൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ദെൻ ഇവിടെ നമുക്ക് നോക്കാം, ഇൻ്റഗ്രൽ sin 2x നമുക്ക് ഓൾറെഡി അറിയാവുന്നതല്ലേ. ഇൻ്റഗ്രൽ സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മൈനസ് കോസ് ആണ്. ഇൻ്റഗ്രൽ സൈൻ എന്ന് പറഞ്ഞാൽ മൈനസ് കോസ്. ഇവിടെ 2x ആയതുകൊണ്ട് 2 ഡിവൈഡഡ് ബൈ എന്തും കൂടി വരും, ഇവിടെ സൈൻ്റെ ഡെയിം ഉണ്ട്, 2xൻ്റെ ഡെയിം ഉണ്ട്. 2xൻ്റെ ഡെറിവേറ്റീവിനെ കൂടി നമ്മൾ ഡിവൈഡ് ചെയ്യണ്ടേ. 2xൻ്റെ ഡെറിവേറ്റീവ് എന്താ 2 ആണ്. സോ 2 ഇവിടെ കിടന്നോട്ടെ, മൈനസ് ഇവിടെ 4 ഞാൻ പിടിച്ച് പുറത്തേക്ക് ഇട്ടു. എന്താണ് ഇൻ്റഗ്രൽ e⁻3x എന്ന് പറഞ്ഞാൽ, e⁻3x എന്ന് പറഞ്ഞാൽ e⁻3x തന്നെ വരും, ഡിവൈഡഡ് ബൈ എന്തും കൂടി വരും മക്കളെ, ബൈ 3 കൂടി വരും, പ്ലസ് സി. ഇത്രേ ഉള്ളൂ പരിപാടി, ഇത്രേ ഉള്ളൂ, കഴിഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്തേ, ആദ്യം നോക്കേണ്ടത് നമുക്ക് ഒറ്റയടിക്കും ചെയ്യണമെങ്കിൽ ചെയ്യാം കേട്ടോ. നമ്മൾ ഇതേപോലെ സെപ്പറേറ്റ് ആക്കണം നിർബന്ധമൊന്നുമില്ല, ആക്കിയാലും കറക്റ്റാണ്, ആക്കിയില്ലെങ്കിലും കറക്റ്റാണ്. സോ സൈൻ്റെ 2x ഉണ്ട്, sin 2xൻ്റെ ഇൻ്റഗ്രൽ എന്തായിരിക്കും വരാം, മൈനസ് കോസ് 2x ബൈ 2 വരും. ഇവിടെ 4 കോൺസ്റ്റൻ്റ് ആണ്, അവൻ അവിടെ കിടന്നോട്ടെ. e⁻3xൻ്റെ ഇൻ്റഗ്രൽ എന്തായിരിക്കും, e⁻ വന്നതുകൊണ്ട് e⁻ അതുപോലെ തന്നെ ഇടാം, ഡിവൈഡഡ് ബൈ മുകളിൽ 3x ആണ്, അവൻ്റെ ഡെറിവേറ്റീവിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിവൈഡും കൂടി ചെയ്യുന്നു. അങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ എന്ത് വന്നത്. സോ ഇതിൽ നിങ്ങൾക്ക് നിർത്താം, ഓക്കെ അല്ലേ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ദെൻ അടുത്ത് വരണം. അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ അയ്യോ ഇത് എന്ത് ക്വസ്റ്റ്യൻ ആണെന്ന് ആലോചിക്കേണ്ട, ചുമ്മാ ഒന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്താ വരാം, ഇൻ്റഗ്രൽ x² × 1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, x² തന്നെയാണ്, മൈനസ് x² × 1/x² എന്ന് പറഞ്ഞാൽ എന്ത് വരും, നമുക്ക് ആദ്യം അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. x² × 1/x² dx. ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ക്ലിയർ. ഇനി നമ്മളിവിടെ നോക്കിയടാ, x² എന്തായിട്ട് കട്ടായി അങ്ങോട്ട് പോയി. അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടി പഠിച്ചു വെച്ചു, ഇൻ്റഗ്രൽ x⁻n dx എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഫോർമുല കണ്ടതാണ്. എന്താണ് ആ ഫോർമുല, x⁻n+1 ഡിവൈഡഡ് ബൈ n+1. എന്തായിരിക്കും, x⁻n+1 ഡിവൈഡഡ് ബൈ n+1. എക്സിൻ്റെ പവർ എന്താണോ റേഷ്യോ പറഞ്ഞ കൂട്ടാം, എന്താണോ റേഷ്യോ പവർ അതിനേക്കാൾ ഒന്ന് കൂട്ടാം, അത് തന്നെ താഴത്തും എഴുതാം. അപ്പോൾ ഇവിടെ എന്തായിരിക്കും വരാം, നമ്മൾ ചെയ്തപ്പോൾ x² - 1 dx. നമുക്ക് ഒറ്റയടിക്ക് അങ്ങ് ചെയ്തൂടെ. അപ്പോൾ ഇവിടെ ഇതൊക്കെ ടൈം ഉണ്ടെന്ന് നോക്കാടാ, x² ആണ് വരാം. അപ്പോൾ നമ്മൾ ഈ ഫോർമുലയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ എന്തായിരിക്കും, ഒരെണ്ണം കൂട്ടി എഴുതാം, സ്ക്വയറിനേക്കാൾ 2 ആണ് മുകളിൽ, ഒരെണ്ണം കൂട്ടി എഴുതുമ്പോൾ എന്ത് വരും, x³ അത് തന്നെ താഴത്ത് x³ മൈനസ് 1 dx ആണ്. എന്താണ് ഇൻ്റഗ്രൽ 1 എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം d/dx ഓഫ് x അല്ലേ 1 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇൻ്റഗ്രൽ 1 എന്ന് പറഞ്ഞാൽ ആരായിരിക്കും, x ആയിരിക്കും. ഐഡിയ കിട്ടിയ. അപ്പോൾ അതാണ് നമ്മളുടെ സംഭവം ചെയ്യാടാ. അപ്പം വേറെ പ്രത്യേകത ഒന്നുമില്ല. ഇപ്പം ഇൻ്റഗ്രൽ 2 dx ആണെങ്കിലോ എന്ത് വരും, 2x. ആ 2നെ പുറത്തേക്ക് എടുത്താൽ dx എന്ന് പറഞ്ഞാൽ എന്താണ്, x തന്നെയാണ്. ഇൻ്റഗ്രൽ 3 dx എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 3x. ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിൽ വെക്കുക. അപ്പോൾ ഇവിടെ ഇൻ്റഗ്രൽ 1 dx എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, x ആണ് പ്ലസ്
സി ഇതും കൂടി അങ്ങ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ആൻസർ ആയി. ഓക്കെ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? x² എന്ന് പറഞ്ഞാൽ x³ ആണ്, -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x ആണ്. ഒറ്റയടിക്ക് പ്ലസ് സിയും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. ദെൻ അടുത്ത ഒരെണ്ണമാണ്. സോ ഇത് സിമ്പിളാണ്. ഇതും നമ്മൾ എന്ത് ചെയ്യുക, ബ്രാക്കറ്റ് അങ്ങോട്ട് ഓപ്പൺ ചെയ്യാം. ബ്രാക്കറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാം. sec x × sec x ആ. അപ്പോൾ എന്തായിരിക്കും വരാം? sec² x ആണ് പ്ലസ് sec x × tan x ആണ്. സോ നമുക്ക് അതൊന്നും എഴുതി നോക്കാം. sec x tan x ആണ് dx. അപ്പോൾ ഇവിടെ ഏതൊക്കെ ടൈം ഉണ്ട് മക്കളെ? ഇൻ്റഗ്രൽ sec² x ഉണ്ട്, അതുപോലെ തന്നെ ഇൻ്റഗ്രൽ sec x tan x ഉണ്ട്. ഇൻ്റഗ്രൽ sec² x എന്ന് പറഞ്ഞാൽ എന്താ? എന്തിൻ്റെ ഡെറിവേറ്റീവ് ആയിരുന്നു sec² x എന്ന് പറഞ്ഞാൽ? tan x ൻ്റെ ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ sec² x എന്ന് പറഞ്ഞാൽ ആരാ? tan x ആണ്. പ്ലസ് എന്തിൻ്റെ ഡെറിവേറ്റീവ് ആയിരുന്നു sec x tan x എന്ന് പറഞ്ഞാൽ? sec x ൻ്റെ ഡെറിവേറ്റീവ് ആയിരുന്നു അല്ലേ? d/dx ഓഫ് sec x ആണ് sec x tan x. അപ്പോൾ എന്തായിരിക്കും ഇൻ്റഗ്രൽ sec x tan x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? sec x ആണ്. സോ ഞാനത് എഴുതുന്നു sec x പ്ലസ് ഒരാൾ കൂടി എഴുതുന്ന പോലെ നമ്മൾ പ്ലസ് സിയും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഫോർമുലകൾ അറിഞ്ഞാൽ സിമ്പിളാണ്. ഒരെണ്ണം നല്ല ക്ലീൻ ആയിട്ട് പഠിക്കുക. ഡെറിവേറ്റീവ് ആണെങ്കിൽ അതിൻ്റെ ഫോർമുലകൾ പക്കയിട്ട് പഠിക്കുക. ദെൻ അതിൽ നിന്ന് നമുക്ക് ഒറ്റയടിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻ്റഗ്രൽസിൻ്റെ ഫോർമുല അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും. ദെൻ നെക്സ്റ്റ് ആണ് ഇൻ്റഗ്രേഷൻ. പല രീതിക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. അതിലൊരെണ്ണമാണ് എന്തെന്ന് പറയുന്നത് ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരെണ്ണത്തിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പോകും. അപ്പോൾ അതോടൊപ്പം ഒരു ഫോർമുല കൂടി നമ്മൾ പഠിക്കണം. ഇൻ്റഗ്രൽ നമ്മൾ താഴത്ത് ഒരു ടേം ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഓരോ ടേമുകളുണ്ട്. f'(x/f). ഇതാണ് ആ ഫോർമുല കേട്ടോ. ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ ഇൻ്റഗ്രൽ നമുക്ക് കിട്ടുന്ന സമയത്ത് ന്യൂമറേറ്റർ വാല്യൂ ഡിനോമിനേറ്റർ വാല്യൂ ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ ഏറ്റവും ആദ്യം നോക്കേണ്ടത് എന്താണെന്നറിയോ? താഴെയുള്ള ആളുടെ ഡെറിവേറ്റീവ് ആണോ മുകളിൽ കിടക്കുന്നതെന്ന് ചുമ്മാ ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ആണെങ്കിൽ നമ്മുടെ പരിപാടി സിമ്പിളാണ്. കാരണം എന്താണെന്നറിയോ? ഇതിൻ്റെ ആൻസർ log ഓഫ് മോഡ് f(x) എന്നായിരിക്കും. എന്തായിരിക്കും? ആ താഴത്ത് ലോഗ് ഇടുക, ആ താഴത്ത് കിടക്കുന്നവരെ പിടിച്ചിടുക. ഇത്രയുള്ള ആൻസർ. ക്ലിയർ? അപ്പോൾ താഴത്ത് കിടക്കുന്ന ആളുടെ ഡെറിവേറ്റീവ് ആണോ മുകളിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ആൻസർ ഒറ്റയടിക്ക് നമുക്ക് കിട്ടും. സെറ്റ് അല്ലേ? അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ കിടക്കുന്നുണ്ട് 1 + x². നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രൽ 2x / 1 + x² dx ആണ് അല്ലേ? അപ്പോൾ നമുക്ക് ന്യൂമറേറ്ററും ഉണ്ട് ഡിനോമിനേറ്ററും ഉണ്ട്. നമ്മൾ ആദ്യം ആരെ ചെക്ക് ചെയ്യണം? ഡിനോമിനേറ്ററിനെ ചെക്ക് ചെയ്യണം. ഡിനോമിനേറ്റർ ആരാ? 1 + x². 1 + x²ൻ്റെ ഡെറിവേറ്റീവ് എന്താ? 1ൻ്റെ ഡെറിവേറ്റീവ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. d/dx ഓഫ് 1 + x² എന്ന് പറഞ്ഞാൽ ആരാണ് മക്കളെ? 1ൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 0 ആണ്. പ്ലസ് x² എന്ന് പറഞ്ഞാൽ 2x. അതായത് ആരെ നമുക്ക് ആൻസർ കിട്ടി? 2x കിട്ടി. അത് തന്നെയല്ലേ മുകളിൽ കിടക്കണേ? താഴത്ത് കിടക്കുന്ന ആളുടെ ഡെറിവേറ്റീവ് ആ മുകളിൽ. അപ്പോൾ ഒറ്റയടിക്ക് നമുക്ക് ആൻസർ എന്ത് പറയാം? ലോഗ് മോഡ് 1 + x² പ്ലസ് സി. ഇത്രേ ഉള്ളൂ. താഴത്ത് കിടക്കുന്ന ആളുടെ ഡെറിവേറ്റീവ് ആണെങ്കിൽ ഒറ്റയടിക്ക് എഴുതാം, ലോഗ് എന്ന് പറഞ്ഞിട്ട് എഴുതാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യണമെന്നില്ല. ഇത് ഒറ്റയടിക്ക് നമുക്ക് ചെയ്തെടുക്കാം. എല്ലാം നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റണമെന്നില്ല, പക്ഷെ കുറേ കാര്യങ്ങൾ നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് അടുത്തൊരെണ്ണം പിടിച്ചു. ഇത് പ്രശ്നമാണല്ലോ. ഇതെങ്ങനെയാണ് ചെയ്യുക? ഇൻ്റഗ്രേറ്റ് ദ ഫംഗ്ഷൻ ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് 1/x + x log x dx ആണ് അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? രണ്ടെണ്ണം താഴത്തെ ന്യൂമറേറ്റർ ആദ്യം നന്നായിട്ട് നോക്കുക, ഡിനോമിനേറ്റർ നോക്കുക. ന്യൂമറേറ്റർ പ്രശ്നമൊന്നുമില്ല, ഒരു 1 ആണ്, പാവം, അവനവിടെ കിടന്നോട്ടെ. താഴത്ത് എന്ത് കിടപ്പുണ്ട്? x + x log x. രണ്ടെണ്ണത്തിൽ x കോമൺ ആണുള്ള. കോമൺ ആയിട്ട് വരുന്ന ഏതൊരു ക്വസ്റ്റ്യനും നമ്മൾ ആദ്യം പിടിച്ച് എന്ത് ചെയ്യുക? പുറത്തേക്ക് എടുക്കുക. ക്ലിയർ? അപ്പോൾ നമുക്ക് എന്തെടുക്കാടാ? ഇൻ്റഗ്രൽ 1/ ഇവിടെയും x ഉണ്ട്, ഇവിടെയും x ഉണ്ട് അല്ലേ? അപ്പോൾ രണ്ടിനും കോമൺ ആയിട്ട് എക്സിനെ പിടിച്ച് പുറത്തേക്ക് ഇടാലോ. എക്സിനെ പിടിച്ച് പുറത്തേക്ക് ഇട്ടാൽ ബാക്കി എന്തായിരിക്കും വരിക? ബാക്കി x പുറത്തേക്ക് വന്നപ്പോൾ 1 + x log x ന്ന് x പുറത്തേക്ക് വന്നപ്പോൾ 1/1 + log x dx എന്നായി. ഇനി ഒരു ഷോർട്ട് കട്ട് പറഞ്ഞു തരട്ടെ. ഷോർട്ട് കട്ട് വലുതായിട്ടൊന്നുമല്ല. എപ്പോഴും ഈ താഴത്ത് ബ്രാക്കറ്റ് അങ്ങനെയൊക്കെ എന്തെങ്കിലും ബ്രാക്കറ്റിൻ്റെ കൂടെ വേറെ ആരെങ്കിലും വന്നാൽ നമ്മൾ ആദ്യമേ തന്നെ ഒരു റീഅറേഞ്ച്മെൻറ്റ് ചെയ്യും. എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ബ്രാക്കറ്റിനെ പിടിച്ച് ആദ്യം എഴുതാം. ഇതായിരിക്കും ബ്രാക്കറ്റിനെ പിടിച്ച് ആദ്യം എഴുതുക, ഡിവൈഡഡ് അവിടെ എന്തുണ്ട്? എക്സിനെ പിടിച്ച് ഇപ്പുറത്തേക്ക് ഇടാം. ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തിട്ടു. ഇനി ഒരു ഹിൻ്റായിട്ട് അങ്ങ് പഠിച്ചു വെച്ചോ. ക്വസ്റ്റ്യനിൽ ബ്രാക്കറ്റ് അതല്ലാന്നുണ്ടെങ്കിൽ റൂട്ടൊക്കെ വന്നു, അതായത് ഏതെങ്കിലും ഒരു ടേമിൻ്റെ കൂടെ റൂട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ റൂട്ടിൻ്റെ അകത്ത് കിടക്കുന്നവർ അല്ലെങ്കിൽ ആ ബ്രാക്കറ്റിൻ്റെ അകത്ത് കിടക്കുന്നവരില്ലേ, അവരെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യാൻ പോണേ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. ക്ലിയർ? അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് കിടക്കുന്നവന്മാരുടെ ഡെറിവേറ്റീവ് കൂട്ടത്തിൽ തന്നെ ഉണ്ടാവും. അതാണ് സിമ്പിൾ ഷോർട്ട് കട്ട്. എപ്പോഴും ബ്രാക്കറ്റ് അതുപോലെ തന്നെ റൂട്ടിൻ്റെ അകത്ത്, റൂട്ടും വേറെമാരൊക്കെ തന്നു കഴിഞ്ഞാൽ ആ റൂട്ടിൻ്റെ അകത്തുള്ളവരെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ശരിക്കും ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അവൻ്റെ ഡെറിവേറ്റീവ് അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. ക്ലിയർ? അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ നോക്കിയപ്പോൾ മനസ്സിലായി ബ്രാക്കറ്റിലുള്ളത് ആരാ? 1 + log x ആണ്. സോ ഞാൻ 1 + log xനെ തൽക്കാലം നമുക്ക് എന്തെടുക്കാം? ഞാൻ t എന്ന് പറഞ്ഞിട്ട് എടുക്കും. വെറുതെ നോക്കിയേ, 1 + log xൻ്റെ ഡെറിവേറ്റീവ് എന്താ?
1ന്റെ ഡെറിവേറ്റീവ് 0 ആണ്, അവൻ പോട്ടെ. ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 1/x ആ. ദേ കിടക്കുന്നത്, ഇവിടെ 1/x കിടക്കില്ലേ? 1/x കിടക്കല്ലേ? അതാണ് ഇതിൽ ഹൈലൈറ്റ്. എപ്പോഴും അങ്ങനെ എന്തെങ്കിലും ഒരു ടൈം നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ നമുക്ക് നോക്കാം. 1 + log x എന്ന് പറഞ്ഞാൽ t ആണ് അല്ലേ. ചില മക്കൾ u എടുത്തിട്ടായിരിക്കും ചെയ്ത് പഠിച്ചിട്ടുണ്ടാവുക. ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് u എടുക്കാം, t എടുക്കാം, ഏത് ടൈം ആണെങ്കിലും എടുക്കാം. ഇന്ന എടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ അല്ലേ? അപ്പോൾ 1 + log x ഞാൻ t ആണ്. നമുക്കൊന്ന് ഡെറിവേറ്റീവ് ചെയ്ത് നോക്കാം. 1ന്റെ ഡെറിവേറ്റീവ് എന്താ? 0 ആയിപ്പോയി. log xന്റെ ഡെറിവേറ്റീവ് എന്താ? 1/x ആണ്. ടീനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ നമുക്കൊന്ന് ഡെറിവേറ്റീവ് ചെയ്യണം. അപ്പോൾ എന്ത് വരും? dt/dx വരും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്നറിയോ? നമ്മൾ ആ dt അവിടെ കിടന്നോട്ടെ, ആ താഴത്തൊരു dx ഇല്ലേ, നമുക്ക് അവനെ പിടിച്ച് ഇപ്പുറത്തേക്ക് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇപ്പുറത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായിരിക്കും വരാം? 1/x dx ആയി. ഇനി മക്കളൊന്ന് നോക്കിയടാ, ഫോർമുല മൊത്തത്തിൽ അങ്ങോട്ട് മാറിയില്ലേ? അപ്പോൾ നമുക്ക് ഇവനെ എങ്ങനെ ചേഞ്ച് ചെയ്യാം? ഇൻ്റഗ്രൽ 1/1 + log x നമ്മൾ എന്താ എടുത്ത് വെച്ചേക്കണേ? 1 + log x നമ്മൾ t ആയിട്ട് എടുത്തേക്കണം. സോ ഞാൻ എഴുതുന്നു, t ഇട്ട് കൊടുക്കുന്നു. ക്ലിയർ? t ഇട്ട് കൊടുക്കുന്നു. ഇൻ ദെൻ 1/x dx ആ. എന്താ 1/x dx എന്ന് പറഞ്ഞാൽ? dt അല്ലേ? എന്താണ് 1/x dx എന്ന് പറഞ്ഞാൽ? dt ആണ്. സോ ഞാൻ അങ്ങ് എഴുതുന്നു. പരിപാടി തീർന്നു. ഇനി നമ്മൾ അടുത്ത പരിപാടി എന്താണ്? ഇൻ്റഗ്രൽ 1/t എന്നാ. ഇൻ്റഗ്രൽ 1/x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ log x ആണ്, നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ ഇൻ്റഗ്രൽ 1/t എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? log t. ആരായിരിക്കും? log mod t + c. പക്ഷേ ഇവിടെ വെച്ച് നിർത്തരുത് കേട്ടോ, കാരണം നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചത് എക്സിലാണ്. നമ്മൾ ഫിനിഷ് ചെയ്യേണ്ടതും എന്തിലാവണം? എക്സിൽ ഫിനിഷ് ചെയ്യണം. അപ്പോൾ log mod tക്ക് പകരം നമുക്ക് ആരിട്ട് കൊടുക്കുക? 1 + log x ഇട്ട് കൊടുക്കുക + c. ഇത്രേ ഉള്ളൂ. ഐഡിയ കിട്ടിയില്ലേ? അപ്പോൾ എപ്പോഴും നോക്കുക, ആദ്യം ഒരേപോലെ കോമൺ ആയിട്ടുള്ളവരെ പിടിച്ച് പുറത്തേക്ക് ഇടുക. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ ബ്രാക്കറ്റിനെ ആദ്യം പിടിച്ചിടുക, മറ്റൊന്നും തിരിച്ചിടുക, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തിടുക. ബ്രാക്കറ്റിലുള്ളവൻ്റെ ഡെറിവേറ്റീവ് കൂടി ഉണ്ടാവും, മിക്കവാറും അങ്ങനെ തന്നെ ഇരിക്കും. ക്ലിയർ? അപ്പോൾ ബാക്കി കുറച്ച് വ്യത്യാസങ്ങളുണ്ട്, പക്ഷേ ബ്രാക്കറ്റിലുള്ളതും വേറൊരു ടൈം വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആ ബ്രാക്കറ്റിലുള്ളവൻ്റെ ഡെറിവേറ്റീവ് അതിലുണ്ടാവും. അപ്പോൾ ബ്രാക്കറ്റിലുള്ള ആൾ എന്തെടുക്കുക? t എടുക്കുക. ക്ലിയർ? ദെൻ സോൾവ് ചെയ്ത് അങ്ങ് പോവാം. അപ്പോൾ ഈ ഐഡിയ സെറ്റ് അല്ലേ? നമ്മൾ അടുത്തൊരു ക്വസ്റ്റിലേക്ക് പോവാണ്. ഇൻ്റഗ്രേറ്റ് ദ ഫംഗ്ഷൻ നമ്മൾ ചെയ്യുകയാണേ. ഇൻ്റഗ്രൽ sin x × sin of cos x ആണ്. അപ്പോൾ മക്കളൊന്ന് വെറുതെ നോക്കിയടാ, ഇവിടെ ഒരു ബ്രാക്കറ്റ് ഫംഗ്ഷൻ കിടക്കല്ലേ, ഇവിടെ dx കൂടി വരും കേട്ടോ. ഇവിടെ ഒരു ബ്രാക്കറ്റ് ഫംഗ്ഷൻ കിടക്കല്ലേ, ആ ബ്രാക്കറ്റ് ഫംഗ്ഷൻ എക്സാക്ട്ലി വരണമെന്നില്ല, പ്ലസ് മൈനസ് ഒക്കെ എക്സ്ട്രാ വരാം, പക്ഷെ അതൊരു വിഷയമൊന്നുമല്ല കേട്ടോ. അപ്പോൾ ഇവിടെ ബ്രാക്കറ്റ് കിടപ്പുണ്ട്. ബ്രാക്കറ്റിൽ കിടക്കുന്നവനെ നമുക്ക് എന്തിട്ട് കൊടുക്കുക? നമുക്കൊന്ന് t ഇട്ട് കൊടുത്തു നോക്കാം. എന്തായിരിക്കും? t ഇട്ട് കൊടുത്തു നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് എന്തായിരിക്കും ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ? cos x-ന്റെ ഡെറിവേറ്റീവ് -sin x ആണ് അല്ലേ? -sin x ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ടീൻ്റെ ഡെറിവേറ്റീവ് എന്താ? dt/dx ആണ്. നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു? dx നമ്മൾ താഴ്ത്തി നിർത്തിയില്ല, നേരെ പിടിച്ച് മുകളിലേക്ക് ഇട്ടു. അപ്പോൾ എന്ത് വന്നു? -sin x × dx ദാറ്റ് ഈസ് ഈക്വൽ ടു dt എന്ന് പറഞ്ഞിട്ട് വന്നു. ക്ലിയർ? പിന്നെ ഇവിടെ നോക്കിയ സമയത്ത് നമ്മൾ ഇവന്മാരൊന്ന് റീഅറേഞ്ച് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞു ബ്രാക്കറ്റിൻ്റെ ടൈമൊക്കെ ഉണ്ടെങ്കിൽ അവനെ പിടിച്ച് ആദ്യം അങ്ങ് ഇടാം അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം ഇടാം sin of cos x ഞാൻ ആദ്യം എഴുതി × sin x dx ആണ്. ക്ലിയർ? പിന്നെ നമ്മൾ നോക്കിയ സമയത്ത് sin x dx ഇവിടെ കിടപ്പുണ്ട്, പക്ഷേ മൈനസ് ഉണ്ടല്ലോ. അപ്പോൾ മൈനസ് നമുക്ക് വേണോ? മൈനസിനെ പിടിച്ച് അപ്പുറത്തേക്ക് അങ്ങോട്ട് തട്ടിയേക്കാം. അപ്പോൾ sin x dx എന്ന് പറഞ്ഞാൽ ആരായിരിക്കും മക്കളെ? ആ മൈനസ് ഇപ്പുറത്തേക്ക് വരുമ്പോൾ -dt ആയി. കുഴപ്പമൊന്നുമില്ല, നമുക്ക് ആവശ്യമുള്ള എല്ലാവരും ആയി. ഇനി നമുക്ക് ചെയ്യാലോ ഇൻ്റഗ്രൽ sin cos x-ന് പകരം നമുക്ക് എന്തിട്ട് കൊടുക്കാം? cos x-നെ നമ്മൾ എന്തായിട്ട് എടുത്ത് വെച്ചേക്കണേ? t ആയിട്ട് എടുത്ത് വെച്ചാണ്. അപ്പോൾ sin t ഇൻറ്റു ബാക്കി എന്താ? sin x dx ആ. sin x dx-നെ നമ്മൾ എന്തെടുത്ത് വെച്ചേക്കണേ? -dt ആണ്. എന്താണ്? -dt ആണ്. സോ -dt ആണ്. നമുക്ക് ആ മൈനസിനെ പിടിച്ച് പുറത്തേക്ക് ഇടാലോ. മൈനസിനെ എനിക്കിഷ്ടമല്ല, സോ ഞാൻ പിടിച്ച് പുറത്തേക്ക് ഇടുന്നു. അപ്പോൾ ബാക്കി ആര് വരും ഇവിടെ? ഇൻ്റഗ്രൽ sin t dt വരും. ഇതിൻ്റെ ആൻസർ മക്കൾക്ക് അറിഞ്ഞൂടെ? എന്താണ് ഇൻ്റഗ്രൽ സൈൻ എന്ന് പറഞ്ഞാൽ? ഇൻ്റഗ്രൽ സൈൻ എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് ആണ്. അപ്പോൾ എന്ത് വരും? -cos t. അപ്പോൾ ഓൾറെഡി അവിടെ ഒരു മൈനസ് ഉണ്ടായിരുന്നു. നമ്മുടെ ഇൻ്റഗ്രൽ സൈൻ എന്ന് പറഞ്ഞാൽ എന്താ? -cos t ആണ്. സോ പ്ലസ് സിയും കൂടി വരും. സോ നമുക്കൊന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാലോ. മൈനസ് ഇൻറ്റു മൈനസ് എന്താവും? പ്ലസ് ആവും അല്ലേ? അപ്പോൾ cos t + c. പക്ഷെ നമ്മൾ ഇങ്ങനെയാണോ അവസാനിപ്പിക്കുക? അല്ല, നമ്മൾ ടിയുടെ വാല്യൂ കൂടി അങ്ങ് ഇട്ട് കൊടുക്കും. അപ്പോൾ ആൻസർ എന്തായിരിക്കും? cos of cos x + c എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ആൻസർ. അപ്പോൾ എപ്പോഴും ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയടാ, നമ്മൾ നോക്കേണ്ടത് sin x ഉണ്ട്, sin of cos x, ബ്രാക്കറ്റ് വന്നു. ബ്രാക്കറ്റ് വന്നാൽ ആദ്യമേ തന്നെ അവനെ പിടിച്ച് ഫ്രണ്ടിലിടാം, മറ്റേ ആളെ പിടിച്ച് ഫ്രണ്ടിൽ ബാക്കിലേക്ക് ഇടാം. ക്ലിയർ? ആ ഒരു ഐഡിയത്തിന് ശേഷം നമ്മൾ ബ്രാക്കറ്റിലുള്ള ആൾക്ക് എന്തിട്ട് കൊടുത്തു? t ഇട്ട് കൊടുക്കുക. ദെൻ ടീൻ്റെ ഡെറിവേറ്റീവ് എന്താ? dt/dx ആണ്. cos x-ന്റെ ഡെറിവേറ്റീവ് എന്താ? -sin x ആ. സോ നമ്മൾ dx-നെ പിടിച്ച് ഇപ്പുറത്തേക്ക് കെട്ടിയപ്പോൾ -sin x dx ആയി. ആ മൈനസ് നമുക്ക് വേണോ? നമ്മുടെ ക്വസ്റ്റ്യനിൽ sin x dx ഉള്ളൂ, മൈനസ് ഇല്ല. അപ്പോൾ മൈനസിനെ പിടിച്ച് അപ്പുറത്തേക്ക് ഇടാം. അപ്പോൾ -dt ആയി. അപ്പോൾ നമുക്ക് -dtക്ക് വരാൻ എന്തിട്ട് കൊടുക്കുക?
സൈൻ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. സോ ഇനി നമ്മളുടെ ആൻസർ എന്താണ്? സൈൻ ടി ഇൻറ്റു ഇവിടെ എന്താണ് സൈൻ എക്സ് ഡി എക്സ് ഇല്ലേ, സൈൻ എക്സ് ഡി എക്സിന് നമുക്ക് എന്തിട്ട് കൊടുക്കാം? മൈനസ് ഡി ടി ഇട്ട് കൊടുക്കാം. ഞാൻ ഇട്ട് കൊടുത്തു, മൈനസിന് ഞാൻ നേരെ പിടിച്ച് പുറത്തേക്ക് ഇട്ടു. അപ്പോൾ ഇൻ്റഗ്രൽ സൈൻ ടി ഡി ടി ആയി. എന്താണ് ഇൻ്റഗ്രൽ സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മൈനസ് കോസ് ആണ്. തെറ്റിക്കല്ലേ കേട്ടോ, ഇൻ്റഗ്രൽ സൈൻ എന്ന് പറഞ്ഞാൽ മൈനസ്, ഓൾറെഡി മൈനസ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് എന്തായി? പ്ലസ് ആയിട്ട് മാറി. ദെൻ കോസ് ടി ആണ് വന്നേക്കുന്നത്. അപ്പോൾ ടീയുടെ സ്ഥലത്ത് നമ്മൾ എന്തിട്ട് കൊടുക്കും? ടി ഇട്ട് കൊടുത്താൽ കോസ് എക്സ് ഇട്ട് കൊടുക്കും, പ്ലസ് സി. സെറ്റല്ലേ? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നല്ല അടിപൊളിയാണ്, അങ്ങ് ചെയ്ത് പഠിച്ചോടാ. ദെൻ നെക്സ്റ്റ് ആണ് അടുത്തൊരെണ്ണം. ഇവിടെ വലിയ സംഭവമാണല്ലോ സാറേ, വലിയ പ്രശ്നമൊന്നുമല്ല. അതേ e⁻tan ഇൻവേഴ്സ് എക്സ് ബൈ 1 + x². ഒരു കാര്യം മക്കളെ അറിയണം, d/dx ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് എന്തായിരുന്നു? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടല്ലോ. d/dx ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ 1/1 + x² ആണ് അല്ലേ? 1/, അതേ കിടക്കണ്ട. ഇതിനർത്ഥം എന്താണെന്ന് അറിയോ ശരിക്കും? ഇൻ്റഗ്രൽ e⁻tan ഇൻവേഴ്സ് എക്സ് ഇൻറ്റു, ഞാനൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിത്തരാം, 1/1 + x². ഇതല്ലേ ഈ മുകളിൽ കിടക്കുന്ന സാധനം? ഒരുമിച്ച് അങ്ങ് വന്നപ്പോൾ ഒരു പ്രശ്നമുള്ളൂ. ശരിക്കും ഇങ്ങനെയല്ലേ നമ്മൾ അവനെ എഴുതുക? ഇൻറ്റു ഡി എക്സ്. ഇത്രയല്ലേ ശരിക്കും വരാം? ഇതല്ലേ നമ്മുടെ ആൻസർ എന്ന് പറയാം. പിന്നെ മക്കൾ നോക്കി, ടാൻ ഇൻവേഴ്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് 1/1 + x². ദേ കിടക്കുന്നു. ഒറ്റടിക്കിന് നമുക്ക് എന്തിട്ട് കൊടുക്കാം? നമുക്ക് ടാൻ ഇൻവേഴ്സ് എക്സിനെ നമുക്ക് എന്തിട്ട് കൊടുക്കാം? ടി ഇട്ട് കൊടുക്കാം. ടി ഇട്ട് കൊടുക്കാമല്ലോ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? ഡെറിവേറ്റീവ് ചെയ്യുക. ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ ടാൻ ഇൻവേഴ്സ് എക്സിന് എന്തായിരിക്കും? 1/1 + x². ദാറ്റ് ഈസ് ഈക്വൽ ടു dt/dx ആണ്. അടുത്ത സ്റ്റെപ്പ് എന്താ? നേരെ ഡി എക്സിന് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1/1 + x² ഇൻറ്റു ഡി എക്സ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു dt വരാം. പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കാമല്ലോ. e⁻, എന്തായിരിക്കും? ടാൻ ഇൻവേഴ്സ് എക്സിന് പകരം നമുക്ക് ടി ഇടാം. ടി ഇൻറ്റു 1/1 + x² dx. അവന് പകരം നമ്മൾ ഇനി എന്തിട്ട് കൊടുക്കും? ഡി ടി ഇട്ട് കൊടുക്കും. സോ ഞാൻ ഡി ടി ഇട്ട് കൊടുത്തു. ഇനി മക്കൾ പറയും, എന്താണ് e⁻t എന്ന് പറഞ്ഞാൽ? e⁻tയുടെ ഇൻ്റഗ്രൽ എന്ത് തന്നെയാടാ? e⁻t തന്നെയല്ലേ, പ്ലസ് സി. പക്ഷെ നമ്മൾ ഇവിടെ നിർത്തുമോ? ഇല്ല, നമുക്ക് ക്വസ്റ്റ്യൻ എക്സിലായിരുന്നു. അപ്പോൾ നമ്മൾ ഫിനിഷ് ചെയ്യേണ്ടതും എന്തിലാവണം? എക്സിലാവണം. സോ e⁻, നമുക്കറിയാം ടി എന്ന് പറഞ്ഞാൽ ആരെയും നമ്മൾ ഇട്ടേക്കണേ? ടാൻ ഇൻവേഴ്സ് എക്സിനെയാണ്. അപ്പോൾ e⁻tan ഇൻവേഴ്സ് എക്സ് പ്ലസ് സി നമ്മളുടെ ആൻസറായി. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു ഐഡിയ പഠിച്ചു വെച്ചോടാ. ദെൻ അടുത്ത മെത്തേഡാണ് ആരെന്ന് പറയാ? ഇൻറ്റഗ്രേഷൻ യൂസിങ് ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ്. ട്രിഗണോമെട്രി എന്ന് പറയുമ്പോൾ സൈനും കോസും ടാനും ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ഫോർമുലകളൊക്കെ വെച്ചിട്ട് നമുക്ക് ചോദിക്കുന്നുണ്ട്. ആ ഒരു ഫോർമുലകളൊക്കെ പഠിക്കുക. നമ്മളിതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് എടുത്തിട്ടുള്ളൂ കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻറ്റഗ്രേറ്റ് ദ ഫംഗ്ഷൻ tan² 2x - 3 ആണ്. സോ അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ആദ്യം ഇൻ്റഗ്രൽ tan² x ഉണ്ടോ എന്നുള്ളതാണ്. ഇൻ്റഗ്രൽ tan² x dx അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴാണ് ഇവിടെ ഒരു ഷോർട്ട് ഫോർമുല നിങ്ങൾക്ക് ഞാൻ തരാം. ഇൻ്റഗ്രൽ tan² x വരുന്ന സമയത്ത് നമ്മൾ അവനെ എങ്ങനെ മാറ്റും എന്നറിയോ? ഇവനെ നമ്മൾ ഇൻ്റഗ്രൽ sec² x - 1 dx എന്നാക്കും. എന്തായിരിക്കും? tan² x വന്നു കഴിയുമ്പോൾ അവനപ്പം തന്നെ നമ്മൾ എന്താക്കി മാറ്റും? sec² x - 1 ആക്കും. ഇത് പഠിച്ചു വെച്ചു. കാരണം നമുക്കൊരു ഫോർമുല ഉണ്ട്. എന്തായിരുന്നു ആ ഫോർമുല? നമ്മളെ sec² x - tan² x എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇങ്ങനൊരു ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതാണ്? കഴിഞ്ഞല്ലോ അല്ലേ? അപ്പോൾ ഇക്കൊല്ലം നമ്മൾ പഠിക്കുന്നു. എന്താണ് sec² x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ -tan² അപ്പുറത്തേക്ക് വരും. അപ്പോൾ എന്താവും? 1 + tan² x ആവും. നമുക്ക് ആ tan² x മാത്രം മതി. അപ്പോൾ എന്താണ്? ആ 1നെ പിടിച്ച് ഇപ്പുറത്തേക്ക് ഇടാം. അതെന്തായടാ? sec² x - 1 ആണ്. ഐഡിയ കിട്ടിയോ? അപ്പോൾ ഇതാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇനി തൊട്ട് tan² വരണ എല്ലാ കേസിലും നമ്മൾ എന്തിട്ട് കൊടുക്കും? sec² x - 1 ഇട്ട് കൊടുക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇൻ്റഗ്രൽ ഇവിടെ എന്തായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്? sec² 2x - 3 - 1. ക്ലിയർ ആണോ? tan² വന്ന സ്ഥലത്ത് എനിക്ക് എന്തിടാ? sec². ആ എക്സിൻ്റെ സ്ഥലത്താണെങ്കിൽ എക്സ് ഇടുക. എക്സിൻ്റെ സ്ഥലത്ത് എന്താണോ അതങ്ങിടുക. -1 dx ആണ്. ദെൻ ഇനി നമുക്ക് ചെയ്യാലോ. എന്താണ് ഇൻ്റഗ്രൽ sec² x എന്ന് പറഞ്ഞാൽ? ഇൻ്റഗ്രൽ sec² x എന്ന് പറഞ്ഞാൽ tan x ആണ്. എന്താണ്? tan x ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാമല്ലോ. എന്തായിരിക്കും വരാം? tan എക്സിൻ്റെ സ്ഥലത്ത് ഇവിടെ ആരാ? എക്സിൻ്റെ സ്ഥലത്ത് ഇവിടെ 2x - 3 ആണ്. കഴിഞ്ഞ മക്കളെ? ഡിവൈഡഡ് ബൈ ചെയ്യണം. നമ്മൾ ഓൾറെഡി പറഞ്ഞില്ല ഇൻ്റഗ്രൽ എക്സ് വരുമ്പോൾ ഒരു കുഴപ്പമില്ല. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 അവൻ ഡിവൈഡ് ആയാലും കുഴപ്പമില്ല. പക്ഷേ ഇവിടെ എക്സിൻ്റെ ഫ്രണ്ടിൽ ആരാ? 2x - 3 അപ്പോൾ 2xൻ്റെ ഡെറിവേറ്റീവ് എന്താ? 2xൻ്റെ ഡെറിവേറ്റീവ് 2 ആണ്. -3യുടെ ഡെറിവേറ്റീവ് 0 ആണ്. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ 2 കൂടി ഇട്ട് കൊടുക്കാം. -1ൻ്റെ ഇൻ്റഗ്രൽ എന്താ? 1ൻ്റെ ഇൻ്റഗ്രൽ ഇവിടെ dx ആയതുകൊണ്ട് എന്തായിരിക്കും മക്കളെ? x ആയിരിക്കും. പ്ലസ് സി. ഇത്രേ ഉള്ളൂ പരിപാടി.
ഓക്കെ ആണോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു കൺവേർഷൻ മാർക്ക് ഉണ്ട് കേട്ടോ. ടാൻ സ്ക്വയറിനെ നമ്മൾ എന്തിലേക്ക് മാറ്റും, സീക്ക് സ്ക്വയർ ആക്കി മാറ്റും. ദെൻ നേരെ അങ്ങ് ഇട്ട് കൊടുക്കുക. ഒരു കാര്യം, ഇവിടെ എന്താണോ എക്സിൻ്റെ ടൈമിൽ എക്സ് ആണെങ്കിൽ ഒരു കുഴപ്പമൊന്നുമില്ല. ക്ലിയർ? അപ്പോൾ അത് നമ്മൾ അതിൻ്റെ ഡെറിവേറ്റീവ് കൂടി നോക്കുക. ആ ഡെറിവേറ്റീവിനെ നമ്മൾ ഡിവൈഡ് കൂടി ചെയ്തിരിക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ ഇതൊരു നോട്ടായിട്ട് അങ്ങ് പഠിച്ചു വെച്ചോടാ. നെക്സ്റ്റ് നമ്മൾ അടുത്തത് പഠിക്കാം. എന്താ? ഇൻറ്റഗ്രൽ സൈൻ സ്ക്വയർ 2x + 5 ആണ്. എന്താണ്? ഇൻറ്റഗ്രൽ സൈൻ സ്ക്വയർ 2x + 5 dx ആണ്. അപ്പോൾ ഇതിന് നമ്മളൊരു ഫോർമുല പഠിക്കണം. എന്താണ് ആ ഫോർമുല എന്ന് പറയുന്നത്? നമ്മൾ സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 - 2 ഇൻറ്റു, അതായത് 1 - cos 2θ/2 ആണ്. നമുക്ക് അതൊന്ന് പഠിച്ചു വെച്ചോടാ. സൈൻ സ്ക്വയർ എക്സിൽ നമുക്കൊന്ന് പഠിച്ചു നോക്കാം. 1 - cos 2x / 2 ആണ്. എന്തായിരിക്കും? 1 - cos 2x/2 ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ cos സ്ക്വയർ എക്സ് എന്തായിരിക്കും വരിക? cos സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ 1 + cos 2x / 2. ഇത് ഏത് ഫോർമുലയാണ് വരണമെന്ന് അറിയോ? കഴിഞ്ഞ കൊല്ലങ്ങളിൽ നിങ്ങൾ പഠിച്ചില്ലേ? +1 നമ്മൾ പഠിച്ചിട്ടുണ്ട്. cos 2xന്റെ ഫോർമുല ഏതാണ്? 2 cos square x - 1 ഉണ്ട്. അതുപോലെ cos 2xന്റെ മറ്റൊരു ഫോർമുലയാണ് 1 - 2 sin square x എന്ന് പറയുന്നത്. ഈ ഫോർമുലയിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കുന്നതാണ്. ഇത് ചുമ്മാ അങ്ങനെ നോട്ട് ചെയ്ത് വെച്ചോടാ. അപ്പോൾ ഇതിന് തൊട്ട് സൈൻ സ്ക്വയറും കോസ് സ്ക്വയർ ഒക്കെ ഒന്ന് നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഇവൻ അങ്ങ് ഇട്ട് കൊടുക്കാം. സോ ഇവിടെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് സൈൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ. പിന്നെ നമ്മൾ എങ്ങനെ ഇരിക്കും? 1 - cos 2x/2 ആണ്. അപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാമല്ലോ. ഇൻറ്റഗ്രൽ 1 - cos 2 ഇൻറ്റു എക്സിന് പകരം ഇവിടെ ആരെ കിടക്കുക? സാധാ എക്സിൻ്റെ സ്ഥലത്തായതുകൊണ്ടാണ് എക്സ് ഇടുക. പക്ഷേ ഇവിടെ എക്സിൻ്റെ സ്ഥലത്ത് ആരാ? 2x + 5 ആ. അപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുന്നു 2x + 5 ഓൾ ഡിവൈഡഡ് ബൈ എന്തും കൂടി ഉണ്ട്, ഓൾ ഡിവൈഡഡ് ബൈ ഓൾറെഡി നമുക്കൊരു 2 ഉണ്ട്. ആ 1/2 ഞാൻ ആദ്യമേ പിടിച്ച് പുറത്തേക്ക് ഇട്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യുക. ഇവിടെ എന്തായിരിക്കും? ഇതാണ് നമ്മളുടെ dx വരെ. ഞാൻ താഴത്തെ 2 ഇടേണ്ട ആവശ്യമില്ലല്ലോ. താഴത്തെ 2നെ ഞാൻ പിടിച്ച് നേരെ ഫ്രണ്ടിലേക്ക് 1/2 ആക്കി ഇട്ടിട്ടുണ്ട്. കാരണം 1 - cos 2x/2 ആണ് സൈൻ സ്ക്വയർ എക്സിന്. അപ്പോൾ ഇവിടെ താഴത്തെ ഒരു 2 ഉണ്ടായി, ഞാൻ പിടിച്ച് നേരെ ഫ്രണ്ടിലേക്ക് അങ്ങ് ഇട്ടു. ആദ്യമേ ചെയ്താലോ, കുഴപ്പമില്ലല്ലോ. ദെൻ ഇനിയാണ് നമ്മളുടെ ഇൻറ്റഗ്രൽ സ്റ്റാർട്ട് ചെയ്യുക. 1/2 കോൺസ്റ്റൻ്റ്, അവൻ അവിടെ കിടന്നോട്ടെ. ഇൻറ്റഗ്രൽ എന്താണ്? ഇൻറ്റഗ്രൽ 1 എന്ന് പറഞ്ഞാൽ, ഇൻറ്റഗ്രൽ 1 എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം, എക്സ് ആണ്. എന്താണ്? എക്സ് ആണ്. മൈനസ് കോസ്, അത് നമുക്ക് വേണമെങ്കിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് എന്തായിട്ട് മാറൂടാ? കോസ് വേണമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാടാ. ഇതിനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ കോസ് 2 × 2x എന്ന് പറഞ്ഞാൽ 4x + 2 × 5 എന്ന് പറഞ്ഞാൽ 10 ആണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒറ്റയടിക്ക് ചെയ്താൽ മതി. സോ ഇപ്പോൾ ഇവിടെ എന്ത് വരും? കോസ് 4x + 10 ആണ്. അപ്പോൾ കോസിൻ്റെ ഇൻറ്റഗ്രൽ എന്താ? സൈൻ ആണ് അല്ലേ? അപ്പോൾ നമുക്കിടാം സൈൻ 4x + 10 ആണ്. ഓൾ ഡിവൈഡഡ് ബൈ, നമ്മൾ ഓൾറെഡി പറഞ്ഞു ബ്രാക്കറ്റിൽ എന്താണോ അവൻ്റെ ഡെറിവേറ്റീവ് താഴത്തുണ്ടാവണം. അപ്പോൾ 4x + 10ൻ്റെ ഡെറിവേറ്റീവ് എന്താ? 4xൻ്റെ ഡെറിവേറ്റീവ് 4, 10ൻ്റെ ഡെറിവേറ്റീവ് 0. നമുക്ക് വേണ്ട, നമുക്ക് 4 മാത്രം മതി. പ്ലസ് സി ആണ്. ഇത്രേ ഉള്ളൂ പരിപാടി. ഓക്കെ അല്ലേ? അപ്പോൾ എന്താണ് നമ്മൾ ചെയ്തത്? നമ്മൾ ആദ്യം ചെയ്തത് സൈൻ സ്ക്വയറിൻ്റെ ടൈമാണ്. സൈൻ സ്ക്വയർ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തിടും? 1 - cos 2x/2 ആണ്. അപ്പോൾ നമ്മൾ 1 - cos 2 × 2x + 5/2 ആണ്. ആദ്യമേ തന്നെ ഞാൻ /2നെ പിടിച്ച് ഫ്രണ്ടിലേക്ക് ഇട്ടു. ഞാൻ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്തു. ഞാനൊരു സ്റ്റെപ്പ് അങ്ങ് സ്കിപ്പ് ചെയ്തതാ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ എന്ത് വന്നു? കോസ് 4x + 10 ആയി. ഇനി മക്കൾ ചെയ്തു. അപ്പോൾ ഇനി നമുക്കറിയാലോ 1ൻ്റെ ഇൻറ്റഗ്രൽ എന്താ? എക്സ് ആണ്. മൈനസ് കോസ് 4x + 10ൻ്റെ ഇൻറ്റഗ്രൽ എന്ത് വരും? സൈൻ 4x ആണ്. കോസിൻ്റെ ഇൻറ്റഗ്രൽ സൈൻ ആണ്. ആ ഡെറിവേറ്റീവിനെ നമ്മൾ ഡിവൈഡും കൂടി ചെയ്യണം. അപ്പോൾ എന്ത് വന്നു? /4 കൂടി വന്നു. ക്ലിയർ അല്ലേ? വേണമെങ്കിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ദെൻ നമ്മളുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു ഷോർട്ട് കട്ടാണ്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ എടുത്തത് തന്നെ. 1 - cos x എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും മക്കളെ? 1 - cos x എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇനി അത് മറന്നു പോകണ്ട. 2 sin square x/2 എന്തായിരിക്കും? 2 sin square x/2 ആണ്. 1 + cos x എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇവിടെ? 1 + cos x എന്ന് പറഞ്ഞാൽ 2 cos square x/2. ഈ ടേമുകളുടെ കൂടെയാണ് സൈൻ എക്സ് വരണമെങ്കിൽ, അതായത് സൈൻ x/1 - cos x, സൈൻ x/1 + cos x, അല്ലെങ്കിൽ ഇവന്മാരുടെ കൂടെയാണ് സൈൻ എക്സ് വരണമെങ്കിൽ സൈൻ എക്സിന് നമ്മൾ എന്തായിരിക്കും ഇട്ട് കൊടുക്കുക എന്നറിയോ? 2 sin x/2 cos x/2 എന്തായിരിക്കും? cos x/2. ഇത് നമ്മൾ കഴിഞ്ഞ കൊല്ലവും പഠിച്ചതാണ്. ഡെറിവേറ്റീവിൽ നിങ്ങൾ പഠിച്ചതാണ് ഈ ഒരു സാധനങ്ങൾ കേട്ടോ. ഇത് ഒരിക്കലും മറന്നു പോകരുത്. ഇതിനെ കണക്ട് ചെയ്ത് കുറേ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇനി നമുക്ക് ചെയ്തു തുടങ്ങാം. ഇൻറ്റഗ്രൽ 1 - cos x/1 + cos x ആണ്. നമുക്ക് ഇവനെ ഇട്ട് കൊടുക്കാമല്ലോ. എന്തായിരിക്കും? 2 sin square x/2 ഡിവൈഡഡ് ബൈ 2 cos square x/2. 1 - cos x-ന് പകരം 2 sin square x/2 ഇട്ട് കൊടുത്തു. 1 + cos x-ന് പകരം 2 cos square x/2 ഇട്ട് കൊടുത്തു. dx ആണ്. ഇനി നമുക്ക് ഇവിടെ ആരെങ്കിലും ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? ആരെ ക്യാൻസൽ ചെയ്യാൻ പറ്റും? ഇവിടെ 2 ഉണ്ടല്ലോ, കട്ട് ചെയ്ത് പോവില്ലേ? ബാക്കി അവിടെ ആരാ? sin square x/2 cos square x/2. എന്താണ് sin square cos square എന്ന് പറഞ്ഞാൽ? sin cos എന്ന് പറഞ്ഞാൽ sin x/cos x എന്ന് പറഞ്ഞാൽ
ടാൻ എക്സ് ആണ് അല്ലേ. അപ്പോൾ എന്തായിരിക്കും സൈൻ സ്ക്വയർ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാൻ സ്ക്വയർ. അപ്പോൾ ഇവിടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇൻ്റഗ്രൽ ടാൻ സ്ക്വയർ എക്സ് ബൈ 2 ഡി എക്സ്. ഇവിടെ നമ്മൾ ആവശ്യമുള്ളൊരു സാധനം വന്നല്ലോ, ടാൻ സ്ക്വയർ വന്നു. ടാൻ സ്ക്വയർ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക, സീക്ക് സ്ക്വയർ എക്സ് മൈനസ് 1 എന്നാക്കും. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ മാറ്റാം, ടാൻ സ്ക്വയർ എക്സ് ബൈ 2 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെ എഴുതണം, സീക്ക് സ്ക്വയർ എക്സ് ബൈ 2 മൈനസ് 1 ഡി എക്സ് ആണ്. ഐഡിയ കിട്ടിയ. പിന്നെ നമുക്ക് ചെയ്യാലോ, എന്താണ് ഇൻ്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ, സീക്ക് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ ടാൻ എക്സ് ആണ്, പക്ഷേ ഇവിടെ എക്സ് ബൈ 2 ആണ്. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കണം ടാൻ എക്സ് ബൈ 2. കഴിഞ്ഞ മക്കളെ ഇല്ല, എക്സ് ആണെങ്കിൽ ഡെറിവേറ്റീവ് 1 ആണ്, 2x ആണെങ്കിൽ ഡെറിവേറ്റീവ് നമ്മൾ 2 ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ എന്തായിരിക്കും 1/2 അല്ലെങ്കിൽ എക്സ് ബൈ 2യുടെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ് കേട്ടോ. എക്സ് ബൈ 2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് 1/2x എന്നല്ലേ. അപ്പോൾ 1/2 കോൺസ്റ്റന്റ് അവൻ അവിടെ കിടന്നോട്ടെ. എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ, 1 ആണ്. അപ്പോൾ 1/2 എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും, 1/2. 1/3 എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും, 1/3. പൈ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും, പൈ. ക്ലിയർ. അപ്പോൾ കോൺസ്റ്റന്റ് ആണെങ്കിൽ ആ കോൺസ്റ്റന്റ് മാത്രമാണ്, കാരണം എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആയിപ്പോയി. അപ്പോൾ ഇവിടുത്തെ ഡെറിവേറ്റീവ് എക്സ് ബൈ 2യുടെ ഡെറിവേറ്റീവ് എന്താ, 1/2 മൈനസ് 1 ഇവിടെ കിടപ്പുണ്ട് അല്ലേ. എന്താണ് 1ൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ എക്സ് ആണ് പ്ലസ് സി. വേണമെങ്കിൽ താഴത്ത് 1/2 അല്ലേ, 1/2യുടെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എന്ത് വരും, 2/1 അഥവാ 2 വരും. അപ്പോൾ നമുക്ക് എങ്ങനെ എടുക്കാം, 2 tan x by 2 മൈനസ് എക്സ് പ്ലസ് സി എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ആൻസർ ആയി. ക്ലിയർ അല്ലേ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ട് അങ്ങ് പഠിച്ചു കേട്ടോ. ദെൻ അടുത്തൊരെണ്ണം എഗെയിൻ ഇതേ മോഡൽ തന്നെയാണ്. സോ ഒരു കാര്യം നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചത്, എല്ലാം ഈ കഴിഞ്ഞ കൊല്ലം കണക്ട് ചെയ്ത് വരണം അല്ലേ. എന്തൊരു പാടാ സാറേ, പക്ഷെ പഠിച്ചല്ലേ പറ്റുള്ളൂ മക്കളെ. അപ്പോൾ നമുക്ക് എടുക്കാം സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചിട്ടുണ്ട്. എത്രയാണ്, 1 ആണ്. അപ്പോൾ സൈൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് വരൂടാ, സൈൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് ആണ്. ഇങ്ങനെ എഴുതി കൂടെ നമുക്ക്. പിന്നെ നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്താണ്, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി പഠിച്ചിട്ടുണ്ടോ. അപ്പോൾ ഇവിടെ ഒന്ന് ആലോചിക്കുക, 1 എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് 1 സ്ക്വയർ എന്ന് എഴുതി കൂടെ. അപ്പോൾ 1 മൈനസ് കോസ് സ്ക്വയർ എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 1 പ്ലസ് കോസ് എക്സ് ഇൻറ്റു 1 മൈനസ് കോസ്. നമ്മൾ ഈ ഫോർമുലയിലേക്ക് ഇട്ട് കൊടുത്തോക്കെ നമുക്ക് ഇങ്ങനെ എഴുതി കൂടെ, എയുടെ സ്ഥലത്ത് 1 വന്നു, ബിയുടെ സ്ഥലത്ത് കോസ് എക്സ് വന്നു. അപ്പോൾ 1 പ്ലസ് കോസ് എക്സ് ഇൻറ്റു 1 മൈനസ് കോസ് എക്സ് നമുക്ക് ഇട്ട് കൊടുക്കാമല്ലോ. പിന്നെ നമ്മൾ ഇവന്മാരൊന്ന് ചേഞ്ച് ചെയ്യുകയാണേ, ഇൻ്റഗ്രൽ സൈൻ സ്ക്വയർ എക്സ് ബൈ 1 പ്ലസ് കോസ് എക്സ് ഡി എക്സ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം സൈൻ സ്ക്വയർ എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം, 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് എക്സ് എന്ന് എഴുതാം ഡി എക്സ്. ഇവനെ നമുക്ക് ഒന്നും കൂടി മാറ്റാലോ, 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് തന്നെയല്ലേ 1 സ്ക്വയർ എക്സ് മൈനസ് കോസ് സ്ക്വയർ എക്സ് എന്ന് പറയുന്നത്, 1 സ്ക്വയർ മൈനസ് കോസ് സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ആ 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് വരുന്ന സ്ഥലത്ത് നമുക്ക് എന്തിട്ട് കൊടുക്കാം, 1 പ്ലസ് കോസ് എക്സ് ഇൻറ്റു 1 മൈനസ് കോസ് എക്സ് ഓൾ ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് എക്സ് ഡി എക്സ്. ഇങ്ങനെ വന്നില്ലേ, ഒറ്റടിക്ക് ചെറുതാക്കാൻ പറ്റില്ല. പാറ കട്ട് ചെയ്ത് കളയാം. 1 പ്ലസ് കോസ് എക്സും 1 പ്ലസ് കോസ് എക്സും കട്ടായി. ബാക്കി ഇവിടെ ആര് വന്നടാ, ഇൻ്റഗ്രൽ 1 മൈനസ് കോസ് എക്സ് ഡി എക്സ് ആയി വന്നില്ലേ. ഇനി അടുത്ത പരിപാടി എന്താ, ഇൻ്റഗ്രൽ 1 എന്ന് പറഞ്ഞാൽ ആരാ, ഇൻ്റഗ്രൽ 1 എന്ന് പറഞ്ഞാൽ എക്സ് ആണ്, മൈനസ് കോസ് എക്സിൻ്റെ കോസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താ, സൈൻ എക്സ്. കോസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ സൈൻ എക്സ്. തെറ്റിപ്പോരുത് കേട്ടോ. നമ്മൾ പ്ലസ് ഒരു സിയും കൂടി ഇടാം. ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് ആണ് മൈനസ് സൈൻ എക്സ്. ഇൻ്റഗ്രൽ കോസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്ലസ് സൈൻ എക്സ് ആണ്. ഐഡിയ കിട്ടിയില്ലേ. അപ്പോൾ ഈ ഒരു മോഡലും പഠിച്ചു വെച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ എന്തൊക്കെ ചെയ്തു, ആ ഫോർമുലകളിൽ നിന്ന് കണക്ട് ചെയ്ത് എങ്ങനെയാണ് ചെയ്യണതെന്ന് ഇപ്പോൾ നമ്മൾ പഠിച്ചു. ദെൻ നെക്സ്റ്റ് ആണ് പർട്ടിക്കുലർ ഫങ്ഷൻസ്. ഇത് ഫോർമുലകളാണ്, നിർബന്ധമായിട്ടും പഠിച്ചേ പറ്റുള്ളൂ. ഓക്കെ അല്ലേ. അപ്പോൾ ഇത് കണക്ട് ചെയ്ത് പഠിക്കാം കേട്ടോ. ഇവനും ഇവനെയും കണക്ട് ചെയ്ത് പഠിക്കാം. ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 1 ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയറും എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയറും കണക്ട് ചെയ്ത് പഠിക്കാം. കാരണം നോക്കിയടാ, രണ്ട് സെയിം അല്ലേ. നടുക്ക് മൈനസ് ആണെങ്കിൽ മൈനസ് ഇടാം, നടുക്ക് പ്ലസ് ആണെങ്കിൽ പ്ലസ് ഇടാം. ആ രണ്ടെണ്ണം ഒറ്റയടിക്ക് തീർന്ന്. ഇനി ഇവന്മാരെ കണക്ട് ചെയ്ത് പഠിക്കാം. റൂട്ടൊന്നുമില്ല, എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയറും അതുപോലെ തന്നെ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയറും വന്നു കഴിഞ്ഞാൽ എന്താ, അവരെ കണക്ട് ചെയ്ത് അങ്ങ് പഠിക്കാം. അപ്പോൾ അവന്മാർ രണ്ടൊരു ഓൾമോസ്റ്റ് സെയിം തന്നെ അല്ലേ, ഓൾമോസ്റ്റ് സെയിമാ. അപ്പോൾ ആ ഒരു മോഡൽ അങ്ങ് പഠിച്ചു വെച്ചോ. ബാക്കി ഇവന്മാർ രണ്ടുപേരെ സെപ്പറേറ്റ് പഠിക്കുക. ഇത് ഇമ്പോർട്ടൻസ് ആണ് കേട്ടോ. ഇത് കാരണം ഇതിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻ എല്ലാത്തിൽ നിന്നും ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പം എങ്ങനെയാണ് ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യണേ എന്നുള്ളതാണ്. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ വന്ന് കഴിയുന്ന ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ റൂട്ട് ഉണ്ടാവും, ചിലപ്പോൾ റൂട്ട് ഉണ്ടാവില്ല, എന്തോ ആയിക്കോട്ടെ ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് 1-2 ഒക്കെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 1 ബൈ റൂട്ട് ഓഫ് 9 പ്ലസ് 25 എക്സ് സ്ക്വയർ ആണ്. അത് പ്രശ്നമാണല്ലോ. ഇങ്ങനെയൊക്കെ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും സാറേ, ഇതിനൊരു ഐഡിയ ഉണ്ട്. എന്താ അറിയോ, 9 എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ സ്ക്വയറാ, 3ൻ്റെ സ്ക്വയറാണ് അല്ലേ. 25 എക്സ് സ്ക്വയറാണ്. 25 എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എടുക്കാടാ, 5 സ്ക്വയർ എക്സ് സ്ക്വയർ നമുക്ക് എടുത്തൂടെ.
അല്ലേ? 25 എന്ന് പറഞ്ഞാൽ 5 സ്ക്വയർ എക്സ് സ്ക്വയർ അല്ലേ? അപ്പോൾ ഇവ നമുക്ക് വേണമെങ്കിൽ ഒരുമിച്ച് എങ്ങനെ എടുക്കാടാ? 5x ദ ഹോൾ സ്ക്വയർ എന്ന് എടുക്കാം. എടുത്തൂടെ? ഇതാണ് നമ്മുടെ പരിപാടി. അപ്പോൾ നമ്മൾ ഇവനെ എങ്ങനെ മാറ്റി? ഇൻ്റഗ്രൽ 1/√9 + 25 എക്സ് സ്ക്വയറിനെ നമുക്ക് എങ്ങനെ മാറ്റാം? 9 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ പ്ലസ് 5x ദി ഹോൾ സ്ക്വയർ. ഇനി മക്കൾ നോക്കി, താഴത്ത് 3 എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റൻറ്റിൻ്റെ സ്ക്വയർ പ്ലസ് ആണ് വരാം. പ്ലസ് എന്തായിരിക്കും? പ്ലസ് ആയിട്ടായിരിക്കും നമ്മൾ വരാം. സോ എന്താണ്? 5x ദി ഹോൾ സ്ക്വയർ വരാം. സോ നമ്മളുടെ ക്വസ്റ്റ്യൻ ഇൻ്റഗ്രേറ്റ് ദ ഫംഗ്ഷൻസ് 1 ഡിവൈഡഡ് ബൈ √9 + 25 എക്സ് സ്ക്വയർ ആണ്. ഇപ്പം നമ്മൾ പഠിച്ചു 1/1 ഇല്ലെങ്കിൽ ചിലപ്പോൾ റൂട്ട് വരാം, റൂട്ട് വരാതിരിക്കാം, ആ മോഡലൊക്കെയാണ് നമുക്ക് ചോദിക്കുക. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നമുള്ളത് നമുക്ക് തന്നേക്കുന്ന ഒരു ജനറൽ ഇതിലല്ല. അപ്പോൾ നമുക്ക് അറിയാവുന്ന ഫോമിലേക്ക് മാറ്റണം അല്ലേ? അപ്പോൾ 9 എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ സ്ക്വയർ ആണ്? 3ൻ്റെ സ്ക്വയർ ആയിട്ട് നമുക്ക് എഴുതിക്കൂടെ? അതുപോലെ 25 എക്സ് സ്ക്വയർ ആണ്. 25 എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25 വേണമെങ്കിൽ നമുക്ക് 5 സ്ക്വയർ ഇട്ട് കൊടുത്തൂടെ? അപ്പോൾ 25 എക്സ് സ്ക്വയറിന് 5 സ്ക്വയർ എക്സ് സ്ക്വയർ എന്ന് എഴുതാം. വേണമെങ്കിൽ ഇത്തിരി കൂടി ഭംഗിക്ക് 5x ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? ഇപ്പം അടിപൊളിയായി. അപ്പോൾ 9x ദ ഹോൾ സ്ക്വയർ 9x സ്ക്വയർ ആയിരുന്നെങ്കിൽ 3x ദ ഹോൾ സ്ക്വയർ ആയി. അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. സോ നമുക്കിവിടെ വരാം 1/√, എന്തായിരിക്കും ഇവിടെ വരാം? 1/√, എക്സ് സ്ക്വയർ, അതായത് 9 ആണ്. 9ന് പകരം 3 സ്ക്വയറിന് എഴുതാം, പ്ലസ് 25 എക്സ് സ്ക്വയറിന് പകരം 5x ദി ഹോൾ സ്ക്വയർ dx എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാൻ പറ്റും. കിട്ടിയല്ലേ? ഇതാണ് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ്. ഇത് ഏത് ഫോർമുലയായിട്ട് മാച്ചിങ് ആണ് മക്കളെ? 1/√x² + a² അല്ലെങ്കിൽ a² + x². അതേ ഫോർമുല നമ്മുടെ കയ്യിലുണ്ട്. എന്താണ് ഫോർമുല? ലോഗ് മോഡ് x + √x² + a² ആണ്. സോ ഈ ഒരു ഫോർമുലയിലേക്ക് നേരെ ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് ഇട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ ഇവിടെ ആദ്യമേ തന്നെ അങ്ങ് എഴുതി വെച്ചേക്കാം. എയുടെ സ്ഥലത്ത് ഇവിടെ ആരാ? 3 ആണ്. എക്സിൻ്റെ സ്ഥലത്ത് ഇവിടെ വന്ന് കിടക്കുന്നത് ആരാ? 5x ആണ് അല്ലേ? നമ്മൾ ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എയുടെ സ്ഥലത്ത് 3 സ്ക്വയർ, എക്സിൻ്റെ സ്ഥലത്ത് 5x ആണ് കിടക്കണേ. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ എഴുതുന്നു ലോഗ് മോഡ് എക്സിന് പകരം നമ്മൾ ആരിട്ട് കൊടുക്കും? എക്സിന് പകരം ഇവിടെ 5x. അപ്പോൾ 5x പ്ലസ് √a² + x² ആണ്. വേണമെങ്കിൽ തന്നേക്കുന്ന ക്വസ്റ്റ്യൻ എന്താണോ അത് തന്നെ എഴുതാം കേട്ടോ. ഇനി അത് ബുദ്ധിമുട്ടാണെങ്കിൽ, അതാണ് ഐഡിയ കിട്ടാത്തവർക്ക് വേണമെങ്കിൽ ഇത് തന്നെ അങ്ങനെ നേരെ എഴുതാം. 3 സ്ക്വയർ പ്ലസ് 5x ദി ഹോൾ സ്ക്വയർ പ്ലസ് c. കഴിഞ്ഞു എന്ന് വിചാരിക്കും, പക്ഷെ കഴിഞ്ഞിട്ടില്ല. സാധാരണ നമ്മൾ എക്സ് ആണെങ്കിൽ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 1നെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ എപ്പോഴും ആലോചിക്കണം കേട്ടോ. ഇൻ്റഗ്രലിൻ്റെ ക്വസ്റ്റ്യൻ എപ്പോഴും ആലോചിക്കും എക്സിൻ്റെ സ്ഥലത്ത് എന്താണ് കിടക്കണേ? ഇവിടെ എക്സിൻ്റെ സ്ഥലത്ത് 5x അല്ലേ കിടക്കണേ? അപ്പോൾ നമ്മൾ എന്തും കൂടി ഡിവൈഡ് ചെയ്യണം. 5നെ ഡിവൈഡ് ചെയ്യണ്ടേ? അത് മറന്നു പോകാൻ പാടില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഡിവൈഡഡ് ബൈ 5 ചെയ്യുക. അത്രേ ഉള്ളൂ. അപ്പോൾ വേണമെങ്കിൽ ഇവന് ഇത്തിരി ഭംഗിക്ക് 1/5 ലോഗ് മോഡ് 5x പ്ലസ് √3² + 5x ദി ഹോൾ സ്ക്വയർ പ്ലസ് c നമുക്ക് എഴുതാം. ക്ലിയർ? അപ്പോൾ ഒരിക്കലും ഈ സാധനം മറന്നു പോരുത് കേട്ടോ. ഇപ്പോൾ വെറുതെ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ √4² + 3x ദ ഹോൾ സ്ക്വയർ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ എയുടെ സ്ഥലത്ത് ഇവിടെ എന്ത് വരും? 4 വരും. എക്സിൻ്റെ സ്ഥലത്ത് 3x. അപ്പോൾ നമ്മൾ എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് ഡിവൈഡഡ് ബൈ ആര് ചെയ്യണം? 3xൻ്റെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള 3നെയും നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കണം. ഐഡിയ കിട്ടിയ? അങ്ങനെയാണ് ഇൻ്റഗ്രൽസ് നമ്മൾ ചെയ്യാം. സോ നെക്സ്റ്റ് വണ്ണാണ്. ഇത് ഇത്തിരി പ്രശ്നമാണ്. ഇത് നമുക്ക് അറിയാവുന്ന ഒരു ഫോർമുലയൊക്കെ തന്നെയാണ്, പക്ഷേ നമുക്കൊന്ന് ചെയ്തെത്താനുണ്ട് അല്ലേ? സോ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെ എന്താണ്? x² + 2x + 2 ആണ് അല്ലേ? അപ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു ഫോർമുലയിലേക്ക് പിന്നെ മാറ്റണം. എങ്ങനെയാണ് സിമ്പിളായിട്ട് മാറ്റാമെന്ന് അറിയോ? നമ്മൾ ആദ്യം ഈ 2 ടേമിന് എടുക്കുക. x² + 2x. നമ്മൾ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടൈം ആ ഒരു സംഭവമൊക്കെ പഠിച്ചിട്ടില്ലേ? അത് വെച്ച് നമുക്ക് ഇവനെ ചെയ്യാം കേട്ടോ. ഞാൻ എഴുതുന്നു x² + 2x ആദ്യമേ അങ്ങ് എഴുതുന്നു. ക്ലിയർ? ആദ്യത്തെ 2 ടേമിന് എപ്പോഴും ഞാൻ എടുക്കുന്നു പ്ലസ്. പിന്നെ നമുക്ക് ആര് ആഡ് ചെയ്യാമെന്നറിയോ? നമ്മൾ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഇല്ലേ? എക്സിൻ്റെ കൂടെ കിടക്കുന്ന അവൻ്റെ പകുതിയുടെ സ്ക്വയർ നമ്മൾ ആഡ് ചെയ്യണം. എന്താണ്? എക്സിൻ്റെ കൂടെ കിടക്കുന്നവൻ്റെ പകുതിയുടെ സ്ക്വയർ. എക്സിൻ്റെ കൂടെ കിടക്കുന്ന 2 അല്ലേ? 2ൻ്റെ പകുതിയുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 1 സ്ക്വയർ നമ്മൾ ആഡ് ചെയ്യുന്നു. ഐഡിയ കിട്ടിയ? നമ്മൾ എന്താ ചെയ്യുക? എക്സിന് കൂടെ കിടക്കുന്നവൻ്റെ പകുതിയുടെ സ്ക്വയർ ആഡ് ചെയ്യുന്നു. ഇനി തൊട്ടപ്പുറത്ത് ഒരു 2 കിടപ്പുണ്ട് കേട്ടോ. നമ്മളൊരു സാധനം വെറുതെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുമോ? ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തും ചെയ്യണം? മൈനസും ചെയ്യണം. സോ -1 സ്ക്വയർ. കിട്ടിയ ഐഡിയ? നമ്മൾ എന്താണോ ആഡ് ചെയ്യുന്നത് അത് തന്നെ മൈനസും ചെയ്യും. അപ്പോൾ ഇനി ഈ ഒരു ടേമിന് നമുക്ക് ഇനി ഒറ്റയടിക്ക് എങ്ങനെ എഴുതാം? ഇവിടെ എക്സിൻ്റെ സ്ക്വയർ അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ എടുക്കാം? എക്സ് എടുക്കാം. സെക്കൻഡ് ടൈം പ്ലസ് അല്ലേ? അപ്പോൾ നമുക്ക് പ്ലസ് എടുക്കാം. നമ്മൾ എന്തിൻ്റെ സ്ക്വയർ ആഡ് ചെയ്ത് കൊടുത്തേ? 1ൻ്റെ സ്ക്വയറാണ്. അപ്പോൾ 1 ഇട്ട് കൊടുക്കുക. ദി ഹോൾ സ്ക്വയർ ഇട്ട് കൊടുക്കാമല്ലോ. പ്ലസ് 2 - 1 സ്ക്വയർ, അതായത് 2 - 1. അപ്പോൾ നമുക്ക് ഇവനെ ഒന്നും കൂടി ഭംഗിക്ക് എഴുതി കഴിഞ്ഞാൽ x + 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് 1 എന്ന് പറഞ്ഞിട്ട് കിട്ടി. 1 എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് ഇവനെ എങ്ങനെയും കൂടി എഴുതാടാ? x + 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് 1ൻ്റെ സ്ക്വയർ. 1 എന്ന് പറഞ്ഞാൽ എന്തിൻ്റെയും കൂടി സ്ക്വയറാ?
1ന്റെ സ്ക്വയർ ആയി. അപ്പോൾ ഇപ്പോൾ നോക്കി നമുക്ക് അറിയാവുന്ന ഫോർമുലയിലല്ലേ എക്സിൻ്റെ ടേമിൻ്റെ ഒരു സ്ക്വയർ കോൺസ്റ്റൻറ്റിൻ്റെ ഒരു സ്ക്വയർ, പ്ലസ് വരാം മൈനസ് വരാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ എപ്പോഴും നമുക്ക് ഇങ്ങനെ കിട്ടണം. ക്ലിയർ ആണ് ഐഡിയ? ഇനി വെറുതെ ഇതിൻ്റെ കൂടെ തന്നെ ഒന്ന് പറഞ്ഞു പോവാണ്. ഇപ്പോൾ x² + 3 എന്നാണ് കിടക്കണം. അപ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ ഇത് എന്തിൻ്റെ സ്ക്വയറാ? എല്ലാത്തിൻ്റെ സ്ക്വയർ ഉണ്ട്. 3 എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ സ്ക്വയർ ആയിരുന്നു? √3യുടെ സ്ക്വയർ. അപ്പം അങ്ങനെയൊക്കെ വെച്ചിട്ടും ചെയ്യേണ്ട വരുന്ന ക്വസ്റ്റ്യനുകൾ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഐഡിയ ഒരിക്കലും മറന്നു പോരുത്. എക്സിൻ്റെ ഒരു ടേമിൻ്റെ സ്ക്വയർ പ്ലസ് കോൺസ്റ്റൻറ്റിൻ്റെ ഒരു സ്ക്വയർ, അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം. ആ ഫോർമുലകളെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഇവനെ തൽക്കാലം വേണ്ടത് നിങ്ങൾക്ക് ഞാൻ എളുപ്പത്തിന് പറഞ്ഞു തന്നതാണ്. സോ നമ്മളിത് അടുത്തത് ചെയ്യാം. നമുക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് എത്തണ്ടേ അല്ലേ? അപ്പോൾ നമ്മൾ ഇടുകയാണ് 1/√of x² + 2x + 2നെ നമുക്കിനി എങ്ങനെ ഇട്ട് കൊടുക്കാടാ? x + 1 whole square + 1² ഇങ്ങനെ ഇട്ട് കൊടുത്തൂടെ? ഇങ്ങനെ ഇട്ട് കൊടുത്താൽ നമ്മുടെ ആൻസർ ആയി അല്ലേ? എക്സിൻ്റെ ടേമിൻ്റെ സ്ക്വയർ പ്ലസ് ഒരു കോൺസ്റ്റൻറ്റിൻ്റെ സ്ക്വയർ, നമുക്ക് അറിയാവുന്ന ഫോർമുല ആയി. അപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്താ വരാം? ലോഗ് മോഡ്. എക്സിൻ്റെ സ്ഥലത്ത് ഇവിടെ ആരാ കിടക്കുന്നത്? x + 1. ഇവിടെ ആരാ കിടക്കുക? x + 1 പ്ലസ് √of x² + a² ആണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം x + 1 the whole square + 1² + c. ഇത്രേ ഉള്ളൂ പരിപാടി കഴിഞ്ഞില്ലേ? അപ്പോൾ നിങ്ങൾ ചോദിക്കും സാർ ഇവിടെ എക്സിൻ്റെ ടൈമിൻ്റെ അവിടെ x + 1 അല്ല, അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണ്ടേ? ഡെഫിനറ്റ്ലി എടുക്കണം. x + 1 x + 1ൻ്റെ ഡെറിവേറ്റീവ് എന്താ? എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, 1ൻ്റെ ഡെറിവേറ്റീവ് എന്താ? 0. അപ്പോൾ 1 തന്നെയല്ലേ വരാം. 1 + 0 എന്ന് പറഞ്ഞാൽ 1 അല്ലേ? കുഴപ്പമുണ്ടോ? എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഒക്കെ വരുമ്പോഴാണ് പ്രശ്നം. എക്സിൻ്റെ കൂടെ 2x, എക്സിന് പകരം 3x, അവിടെയൊക്കെ വരുമ്പോൾ നമ്മൾ അവൻ്റെ ഡിവൈഡ് ചെയ്തു പോകണം. x + 1ൻ്റെ ഡെറിവേറ്റീവ് 1 തന്നെയല്ലേ? അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, 1 തന്നെയാണ് അല്ലേ? അപ്പോൾ നമ്മുടെ ആൻസറായി. ഓക്കെ അല്ലേ? ദെൻ നെക്സ്റ്റ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പം നമ്മൾ പഠിച്ച സാധനം തന്നെയാണ്, പക്ഷേ ഇത് തിരിച്ചു വന്നല്ലേ. നമ്മളിവിടെ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ x² ടൈം മൈനസ് വരണ ക്വസ്റ്റ്യനിൽ നമ്മൾ നിർബന്ധമായിട്ട് പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ് നമുക്ക് ഇവനെ ചെയ്യണേ നോക്കാം കേട്ടോ. ആദ്യമേ തന്നെ 7 - 6x - x² ആണ്. നമ്മുടെ കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? x² മൈനസ് വരാൻ പാടില്ല, വന്നു കഴിഞ്ഞാൽ ശരിയല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? മൈനസിനെ പിടിച്ച് പുറത്തേക്ക് ഇടാം. അപ്പോൾ എന്തായി? പുറത്തേക്ക് ഇട്ടിട്ടാ. അപ്പോൾ ഇവിടെ എന്തായി? നമുക്ക് -x² എന്ന് പറയുന്നത് +x² ആയി, -6x എന്ന് പറയുന്നത് +6x ആയി, +7 എന്ന് പറയുന്നത് -7 ആയി. ഇങ്ങനെ എനിക്ക് എടുത്തൂടെ? x² ടൈം മൈനസ് ആണെങ്കിൽ മൈനസിനെ നേരെ പുറത്തേക്ക് എടുക്കുക. ഇതേപോലെ അങ്ങോട്ട് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പരിപാടി ഇവിടെ ഇട്ടങ്ങ് ചെയ്യാം. x² + 6x ആദ്യത്തെ 2 ടേമുകൾ മാത്രം നമുക്ക് എടുക്കാം അല്ലേ? അപ്പോൾ x² + 6x ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പരിപാടി x² + 6x പ്ലസ് നമ്മൾ എന്താണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്? നമ്മൾ എക്സിൻ്റെ കൂടെയുള്ള ടീം അല്ലേ, അവൻ്റെ പകുതിയുടെ സ്ക്വയർ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. പകുതിയുടെ സ്ക്വയർ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ പകുതിയുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആരാ? 3ൻ്റെ സ്ക്വയർ ആണ്. ദെൻ ഇവിടെ -7 ഉണ്ട് കേട്ടോ, അവിടെ ഓൾറെഡി കിടന്നോട്ടെ. നമ്മൾ +3² ആഡ് ചെയ്ത് കൊടുത്തില്ല, അപ്പോൾ നമ്മൾ എന്തും ചെയ്യണം? മൈനസും ചെയ്യണം. സോ -3² നമ്മൾ മൈനസും ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ചെയ്യാം മൈനസ് ഓഫ്. ഇവിടെ x² + 6x + 3² ഇവൻ എങ്ങനെ ചെയ്യണം എന്നാണ് ഞാൻ പഠിപ്പിച്ചേ. എക്സിൻ്റെ സ്ക്വയർ ആണെങ്കിൽ x ഇട്ട് കൊടുക്കുക, സെക്കൻഡ് ടൈം പ്ലസ് ആണെങ്കിൽ പ്ലസ് ഇട്ട് കൊടുക്കുക, ദെൻ 3യുടെ സ്ക്വയർ നമ്മൾ ആഡ് ചെയ്തേ. അപ്പോൾ നമ്മൾ എന്തിട്ട് കൊടുക്കുക? 3² -7 -3² എന്ന് പറഞ്ഞാൽ ആരാ? 9 ആണ്. അപ്പോൾ മക്കൾ ചോദിക്കുക അയ്യോ സാറേ -3² 16 അല്ലേ? സോറി -3² + 9 അല്ലേ? അല്ല, ഇവിടെ -3² അല്ല നമ്മൾ ചെയ്യണേ. നമ്മൾ പ്ലസ് ഒരു 3² ആഡ് ചെയ്തു, അതേ സാധനം മൈനസും ആണ് ചെയ്യണം. അപ്പം -3² സെപ്പറേറ്റ് ആണ് ചെയ്യണം കേട്ടോ, അത് തെറ്റിക്കല്ലേ കേട്ടോ. അപ്പോൾ എന്ത് വരും? ഇവിടെ നമുക്ക് എന്തെടുക്കാം? മൈനസ് ഓഫ് x + 3² മൈനസ് എന്താണ്? -7 -9 എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ സെയിം സിമ്പിൾ ആണെങ്കിൽ ആഡ് ചെയ്യുക, സെയിം ഇത് തന്നെ ഇട്ട് കൊടുക്കുക അല്ലേ. അപ്പോൾ -7 -9 എന്ന് പറഞ്ഞാൽ -16 ആണ്. ഈ 16 എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ എന്താണ് വരിക. 16 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് എന്തിൻ്റെ സ്ക്വയർ ആണ്? 4ൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ പക്ഷെ എന്നാലും ഒരു പ്രശ്നം ഉണ്ടല്ലോ സാറേ, ഫ്രണ്ടിലൊരു മൈനസ് ഉണ്ടല്ലോ. മൈനസ് ഇല്ലാതെ നമുക്ക് ചെയ്യാറുണ്ട് അല്ലേ? ഒരു കുഴപ്പമില്ല, മൈനസിൻ്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് മൾട്ടിപ്ലൈ എപ്പോൾ -× x + 3² എന്ന് പറഞ്ഞാൽ എന്ത് വരും? -x + 3² ദെൻ -× എന്തായിരിക്കും? +4². നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാലോ. 4² ആദ്യം എഴുതി, -x + 3² രണ്ടാമതും എഴുതി. കുഴപ്പമില്ലോ. ഇനി നമുക്ക് ഇൻ്റഗ്രൽ ചെയ്യാം. അപ്പോൾ എന്തായിരിക്കും വരാം? 1/√of നമുക്ക് ആ 7 - 6x - x² വരെ ഇട്ട് കൊടുത്തൂടെ? 4² - x + 3² dx. ഇതെന്ത് ഫോർമുല? a² ആദ്യം കോൺസ്റ്റന്റ് സ്ക്വയർ മൈനസ് പിന്നെ എക്സിൻ്റെ ടൈമിൻ്റെ സ്ക്വയർ. അങ്ങനെ നമുക്ക് ചെയ്യാം. എന്താണ് ഫോർമുല? sin ഇൻവേഴ്സ് x/a. അപ്പോൾ എക്സിൻ്റെ സ്ഥലത്ത് ഇവിടെ ആരാ? x + 3
ഡിവൈഡഡ് ബൈ എയുടെ സ്ഥലത്ത് ഇവിടെ 4² അപ്പോൾ 4 അപ്പോൾ 4 പ്ലസ് സി. ഇവിടെ മക്കൾ നോക്കിയേ, എക്സിന്റെ സ്ഥലത്ത് എക്സിന്റെ ഡെറിവേറ്റീവ് 1നെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്, എക്സ് പ്ലസ് 3യുടെ ഡെറിവേറ്റീവ് നമ്മളിവിടെ ശരിക്കും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. എക്സ് പ്ലസ് 3യുടെ ഡെറിവേറ്റീവ് ആരാ? എക്സിന്റെ ഡെറിവേറ്റീവ് 1, 3യുടെ ഡെറിവേറ്റീവ് 0. അപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്താൽ എന്ത് തന്നെ കിട്ടും? സെയിം സാധനം തന്നെ കിട്ടും അല്ലേ? ഇത്രയുള്ള പരിപാടി. ഐഡിയ കിട്ടിയോ? ദെൻ നമുക്ക് എന്തിലേക്ക് പോവാം? പാർഷ്യൽ ഫ്രാക്ഷൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ പാർഷ്യൽ ഫ്രാക്ഷൻസ് പഠിക്കുന്നതിന് മുമ്പ് ഒരു ഫോർമുല നിർബന്ധമായിട്ടും പഠിക്കണം. എന്താണ് ആ ഫോർമുല എന്നറിയോ? നമ്മളിപ്പോൾ ഞാൻ ജനറലായിട്ട് അങ്ങ് പഠിപ്പിച്ചു തരാം കേട്ടോ. ഇപ്പോൾ 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ എക്സ് മൈനസ് ബി, ഈ ഒരു ഫോമിൽ വന്നു. എക്സ് മൈനസ് എന്ന് പറഞ്ഞൊന്നുമില്ല കേട്ടോ. എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി, എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി എന്തായിക്കോട്ടെ. നമ്മളിവനെ എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യാന്നറിയോ? എ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ എങ്കിൽ എക്സ് മൈനസ് എ, എക്സ് പ്ലസ് എ ആണെങ്കിൽ എക്സ് പ്ലസ് എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് ഇവിടെ എക്സ് മൈനസ് ബി അല്ലേ, അപ്പോൾ ബി ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് ബി. ഇങ്ങനെ നമ്മൾ ചെയ്യുക. എന്താണ്? താഴത്ത് ഇതേപോലെ എക്സിൻ്റെ ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ സ്പ്ലിറ്റ് ചെയ്ത്, ഇതാണ് നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻസ് എന്ന് പഠിക്കാം. ഓക്കെ അല്ലേ? എന്താണ് പാർഷ്യൽ ഫ്രാക്ഷൻസ്? ഇങ്ങനെ ആക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു ക്വസ്റ്റ്യൻ ആണ്. റിപ്പീറ്റ് അടിച്ച് എല്ലാ പ്രാവശ്യവും പ്രീവിയസ് ഇയറിലൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എങ്ങനെ ചെയ്യാം? ആദ്യം ഇവിടെ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2, ഇവനെ നമ്മൾ എങ്ങനെ മാറ്റണം? നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻസ് ആയിട്ടല്ലേ. അപ്പോൾ നമുക്കൊന്ന് മാറ്റി നോക്കാം. എങ്ങനെ മാറ്റും? എ ബൈ എക്സ് പ്ലസ് 1 പ്ലസ് ബി ബൈ എക്സ് പ്ലസ് 2 ഇങ്ങനെ മാറ്റി. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്യാന്നറിയോ? ഈ എക്സ് അവിടെ കിടന്നോട്ടെ, താഴത്തുള്ള 2 ടേമിനെ നമുക്ക് എന്ത് ചെയ്യാം? അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മുകളിലേക്ക് വരുമ്പോൾ ഓരോ ടേമിനെയും വരുമല്ലോ. എ ഇൻറ്റു എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 1. അവന് വേറെ ചേഞ്ച് ഒന്നുമില്ല. നമ്മൾ ആ ടേമിനെ മൾട്ടിപ്ലൈ ചെയ്തു. പ്ലസ് ഇവിടെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. എ ബി ഇൻറ്റു എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 2. ഇങ്ങനെ വന്നില്ലേ? പിന്നെ നമുക്ക് കട്ട് ചെയ്ത് കളയാലോ. എക്സ് പ്ലസ് 1ഉം എക്സ് പ്ലസ് 1ഉം കട്ടായി, എക്സ് പ്ലസ് 2ഉം എക്സ് പ്ലസ് 2ഉം കട്ടായി. ഇത് ഫസ്റ്റ് മനസ്സിലാവാൻ വേണ്ടി എഴുതിയതാട്ടോ. എക്സാമിന് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നേരെ അങ്ങ് ചെയ്യാം. ആ ഡിനോമിനേറ്റർ പാർട്ട് ഏതാണോ അവൻ അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ളവരെടുത്ത് എഴുതിയാലും മതി. ഒറ്റയടിക്ക് നമ്മുടെ ആൻസർ ആയില്ലേ? പിന്നെ നമുക്ക് കിട്ടിയത് എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു എക്സ് പ്ലസ് 2 പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് 1. ഇതാണ് നമുക്ക് കിട്ടിയേക്കണത് അല്ലേ? പിന്നെ നമ്മൾ ചെയ്തു തുടങ്ങുകയാണ്. ഇത് എങ്ങനെ ചെയ്യണം എന്നറിയോ? നമ്മൾ ആദ്യം ഈ എക്സിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ എക്സിൻ്റെ വാല്യൂസ് നമ്മൾ ചെയ്തു പോവാം കേട്ടോ. ഏറ്റവും ആദ്യം നമ്മൾ എക്സിന് ഏത് വാല്യൂ ഇട്ട് കൊടുക്കുന്നു നോക്കാം. ഇവിടെ എക്സ് പ്ലസ് 2 ആണ്. അപ്പോൾ ആ ഒരു ടൈം 0 ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ എക്സ് പ്ലസ് 2 ആ ടൈമിനെ വെറുതെ ഒന്ന് 0 ഇട്ട് കൊടുത്തു നോക്കിയേ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ത് കിട്ടും? -2 കിട്ടും. അപ്പോൾ -2 ആദ്യം ഇട്ട് കൊടുക്കാം. ഇതായിരിക്കും -2 ആദ്യം ഇട്ട് കൊടുക്കുക. -2 ആദ്യം ഈ ഫോർമുലയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്താണ് കിട്ടണമെന്ന് നോക്കാം. അപ്പോൾ എക്സിൻ്റെ സ്ഥലത്ത് ഞാൻ എന്തിട്ട് കൊടുത്തു? -2 is equal to a ഇൻറ്റു എക്സ് പ്ലസ് 2 ആണ്. അപ്പോൾ അവിടെ നമ്മൾ ഇട്ട് കൊടുക്കാം a ഇൻറ്റു -2 പ്ലസ് 2 പ്ലസ് ബി ഇൻറ്റു -2 പ്ലസ് 1. ഇതായിരിക്കും ബി ഇൻറ്റു -2 പ്ലസ് 1 ആണ് വരാം. അപ്പോൾ ഇവിടെ നമുക്ക് -2 is equal to ഈ ടൈം എന്തായി പൊക്കോളൂ മക്കളെ? ഇതൊന്നും ഇടേണ്ട ആവശ്യം പോലുമില്ല. ആ ടൈമിലേക്ക് ഇട്ട് കൊടുത്താൽ അവൻ 0 ആയില്ല. അവൻ 0 ആയി പൊക്കോട്ടെ, അവൻ വേണ്ട എനിക്ക്. ബാക്കി ആരാ? ബി ഇൻറ്റു -2 പ്ലസ് 1 ആ. എന്താ -2 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ? -1. ദെൻ അപ്പോൾ നമുക്ക് ഇടാലോ. നമുക്ക് ഈ മൈനസും ഈ മൈനസും കട്ട് ചെയ്ത് കളയാലോ. അപ്പോൾ ബി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടിയടാ? 2 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആൻസർ ആയി. അപ്പോൾ നമുക്ക് ആദ്യത്തെ കിട്ടി. ഇനി അടുത്ത പരിപാടി ഏതാ? പിന്നെ ഇവിടെ കിടക്കുന്ന എക്സ് പ്ലസ് 1 ആണ്. എക്സ് പ്ലസ് 1ന് അവിടെ 0 ആയി പോകണമെങ്കിൽ എക്സിന് ഏത് വാല്യൂ ഇട്ട് കൊടുക്കണം? -1 ഇട്ട് കൊടുക്കണം അല്ലേ? അതെങ്ങനെ കിട്ടുക? എക്സ് പ്ലസ് 1ന് ഈക്വൽ ടു 0 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താവും? -1 ആവും. ആ വാല്യൂ ഇവിടെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു -1 നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കുക. ഈ ഫോർമുലയിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ -1 ഇസ് ഈക്വൽ ടു എ ഇൻറ്റു -1 പ്ലസ് 2 പ്ലസ് ബി ഇട്ട് കൊടുക്കണോ? ആ ടൈം ഇട്ട് കൊടുക്കുമ്പോൾ മൊത്തത്തിൽ എന്താവും? ബി ഇൻറ്റു -1 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 0 ആയിട്ട് അങ്ങ് പോയി. ഞാനത് ഇടാനില്ല കേട്ടോ. അപ്പോൾ -1 ഇസ് ഈക്വൽ ടു എ ഇൻറ്റു -1 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 അല്ലേ? അപ്പോൾ എന്തായിരിക്കും? 1 ആണ്. അപ്പോൾ എയുടെ വാല്യൂ എന്ത് കിട്ടിയടാ? -1 കിട്ടി. എയുടെ വാല്യൂ -1ഉം കിട്ടി, ബിയുടെ വാല്യൂ 2ഉം കിട്ടി. ഇനി നമ്മളതെങ്ങനെ ചെയ്യണമെന്ന് നോക്കണം കേട്ടോ. നമ്മൾ എന്താ ചെയ്തു വെച്ചേക്കണം? എക്സ് ബൈ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 ആണ്. നമ്മൾ എങ്ങനെ ചെയ്തേടാ? എ ബൈ എക്സ് പ്ലസ് 1 പ്ലസ് ബി ബൈ എക്സ് പ്ലസ് 2. ഇതാണ് നമ്മൾ ചെയ്തത് അല്ലേ? അപ്പോൾ അതേ നമുക്ക് എയുടെ വാല്യൂ -1ഉം ബിയുടെ വാല്യൂ 2 ആണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കുന്നു -1 ബൈ എക്സ് പ്ലസ് 1 പ്ലസ് 2 ബൈ എക്സ് പ്ലസ് 2. ഐഡിയ കിട്ടിയാൽ ഇനി നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. നമ്മൾ സാധ്യത ഇൻ്റഗ്രേറ്റ് ചെയ്തില്ലേ? അതിന് പകരം ദൈവന്മാരെ അങ്ങോട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇതാണ് പരിപാടി. ഇതാണ് നമ്മൾ ചെയ്യണം മെത്തേഡ് കേട്ടോ. സാധാരണ നമ്മൾ ഇവനെ ചെയ്യണതിന് പകരം ഇങ്ങനെ സ്പ്ലിറ്റ് ആക്കിയിട്ട് അവർ ഇൻ്റഗ്രേഷൻ ചെയ്യും. അപ്പോൾ നമുക്കിവിടെ -1നെ എനിക്ക് പിടിച്ച് പുറത്തേക്ക് ഇടാലോ. -1 പുറത്തേക്ക് ഇടുമ്പോൾ 1 ബൈ എക്സ് പ്ലസ് 1 ഇവിടെ dx ഉണ്ട് കേട്ടോ.
പ്ലസ് ഇവിടെ 2നെ ഞാൻ പിടിച്ച് പുറത്തേക്ക് ഇട്ടു. അപ്പോൾ ബാക്കി എന്ത് വന്നു? 1/x+2 dx ആയി. എന്താണ് മക്കളെ 1/x+1 എന്ന് പറഞ്ഞാൽ? 1/(1/x) എന്ന് പറഞ്ഞാൽ ആരാടാ? log x ആണല്ലേ. അപ്പോൾ ഇന്റഗ്രൽ 1/x+1 എന്ന് പറഞ്ഞാൽ ആരാ? log mod x+1 കിട്ടിയ പ്ലസ് 2 ഇൻറ്റു, അപ്പോൾ 1/x+2 എന്ത് വരും? log mod x+2. log mod x+2 വേണമെങ്കിൽ ഇവിടെ വെച്ച് നിർത്താട്ടോ, അല്ലെങ്കിൽ നമുക്ക് ഇത്തിരി ഭംഗിയാക്കാം. എങ്ങനെ ഭംഗിയാക്കണമെന്ന് അറിയോ? ഭംഗിയാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ എഴുതുന്നു 2 log x+2 മൈനസ്, ഞാൻ ഒന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റി എഴുതി. പ്ലസ് ടൈമിന് ആദ്യം എഴുതി, മൈനസ് ടൈമിനെ പിന്നെ എഴുതി. അപ്പോൾ എന്ത് വരുന്നു? -1 ഇൻറ്റു ലോഗ് എന്ന് പറഞ്ഞാൽ log x+1. ഇങ്ങനെ നമുക്ക് എഴുതി കൂടെ? ഇനി ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, എന്താണ് n log x എന്ന് പറയുന്നത്? n log x എന്ന് പറഞ്ഞാൽ log x⁻n ആണ്. log x⁻n ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം? log x+2 ഹോൾ സ്ക്വയർ. ആ 2നെ പിടിച്ച് നേരെ മുകളിലേക്ക് ഇടാം. -log x+1 ആ. ഇത് ഏതിൻ്റെങ്കിലും ഫോർമുലയാണോ? ഏത് ഫോർമുല? log a മൈനസ് log b എന്ന് പറഞ്ഞാൽ എന്താണ് ഫോർമുല? log a/b ആണ് അല്ലേ ഫോർമുല. അപ്പോൾ നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കുമ്പോൾ ഫൈനൽ ആൻസർ കിട്ടിയല്ലോ. log mod x+2 ദി ഹോൾ സ്ക്വയർ ബൈ x+1 കഴിഞ്ഞ പ്ലസ് ഒരു സിയും കൂടി ഇട്ട് കൊടുക്കുക. ഐഡിയ കിട്ടിയോ? അപ്പോൾ ആദ്യം ഇതേപോലെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ a/b എന്ന് പറഞ്ഞ് മാറ്റും. മറ്റേ മെത്തേഡ് ചെയ്തിട്ട് എയുടെ ബിയുടെ വാല്യൂ കണ്ടുപിടിക്കും. ദെൻ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഇട്ട് കൊടുക്കുക. ഒറ്റയടിക്ക് നമ്മുടെ ആൻസർ ആയില്ലേ? സോ 1/x എന്ന് പറഞ്ഞാൽ log x ആണെങ്കിൽ 1/x+1 എന്ന് പറഞ്ഞാൽ log x+1, 1/x+10 എന്ന് പറഞ്ഞാൽ log x+10. അതാണ് ഐഡിയ കേട്ടോ. ഒറ്റയടിക്ക് നമുക്ക് ചെയ്യാം. വേണമെങ്കിൽ മക്കൾക്ക് ഇതേ ഇവിടെ വെച്ചിട്ട് നിർത്താൻ തോന്നിക്കഴിഞ്ഞാൽ നിർത്തിക്കോ. കൂടുതൽ അങ്ങോട്ട് പോയിട്ട് കൺഫ്യൂഷൻ ആക്കണം എന്നില്ല. അവിടെ വെച്ച് നിർത്തണമെങ്കിൽ നിങ്ങൾ നിർത്തിക്കോ, കുഴപ്പമില്ലല്ലോ. ദെൻ നമുക്ക് അടുത്തൊരു സാധനം, നമ്മുടെ ഫോർമുലകൾ വെച്ചിട്ടുള്ള എല്ലാം തീർന്നില്ലായിരുന്നു. അങ്ങനത്തെ ഒരു മോഡലാണ് 1/, ഭയങ്കര എളുപ്പമാണ്. 1/x² മൈനസ് 9 പകരം നമുക്ക് എന്തിട്ട് കൊടുക്കാം? എന്തിൻ്റെ സ്ക്വയറാണ് 9? 3ൻ്റെ സ്ക്വയർ അല്ലേ? 3² dx. പിന്നെ നമ്മുടെ ഫോർമുല അനുസരിച്ച് എന്താ? 1/2. ആ ഫോർമുലയിലല്ലേ വന്നിരിക്കുന്നത് x² മൈനസ് a². അപ്പോൾ 1/2aക്ക് പകരം 2 ഇൻറ്റു 3 log mod x മൈനസ് a. അപ്പോൾ ഇവിടെ എന്ത് വരും? x-3 ബൈ x+3. ഇത്രേ ഉള്ളൂ. വേണമെങ്കിൽ ഇത്തിരി ഭംഗിക്ക് എഴുതിക്കോടാ. 1/6 log mod x-3 ബൈ x+3 പ്ലസ് c. കഴിഞ്ഞു, ആൻസർ കഴിഞ്ഞു. നമുക്ക് നേരെ ഫോർമുലയിലേക്ക് ഇട്ട് കൊടുക്കുന്ന പരിപാടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേണമെങ്കിൽ ചോദിക്കാട്ടാ 1 മാർക്കിന് 2 മാർക്കിനൊക്കെ. ദെൻ കൊണ്ടേ കളയല്ലേ കേട്ടോ, സിമ്പിൾ ക്വസ്റ്റ്യനാ. ദെൻ പ്രൊഡക്റ്റ് റൂളാണ്. പ്രൊഡക്റ്റ് റൂൾ, അയ്യോ പ്രൊഡക്റ്റ് റൂളൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണല്ലോ സാറേ. എന്ത് പ്രശ്നമാടാ? വാ നമുക്ക് ചെയ്ത് നോക്കാം. ഇൻ്റഗ്രൽ ഞാൻ ഇവനൊന്ന് നമുക്ക് അറിയാവുന്ന ഒരു ഭാഷയിലേക്ക് ഒന്ന് മാറ്റാണ്ട. 2 ഫംഗ്ഷൻ മൾട്ടിപ്പിൾ പോലെ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാന്ന്? ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ സെക്കൻഡ്. ഈ യു ഇൻറ്റു ഇൻ്റഗ്രൽ എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാന്നറിയോ? ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ്, അതായത് d/dx ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഇതാണ് ഫോർമുല. ഇതൊന്ന് എഴുതി പഠിക്കണം കേട്ടോ. ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഇതൊന്ന് എഴുതി പഠിച്ചു കഴിഞ്ഞാൽ സെറ്റാണ്, പഠിക്കാവുന്ന സംഭവമേ ഉള്ളൂ. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി, നമ്മളിങ്ങനെ ഈ 2 ടൈം മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ ഡെറിവേറ്റീവിലാണെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ ഇൻ്റഗ്രലിൽ വരുമ്പോൾ നമ്മളൊന്ന് റീഅറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്യണം. അതെങ്ങനെ ചെയ്യണമെന്ന് അറിയോ? അതാണ് ഐലേറ്റ് എന്ന് പറയാം. അതായിരിക്കും ഐലേറ്റ്. ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവേഴ്സ് ആണ്. എൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഗ് ആണ്. എ എന്ന് പറഞ്ഞാൽ ഓൾജിബ്രായിക്ക് ആണ്. ഓൾജിബ്രായിക്ക് എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ അടിക്കണ്ട കേട്ടോ. നമ്മൾ x² ആ ടേമുകളൊക്കെ ഇല്ലേ, അതാണ് നമ്മൾ ഓൾജിബ്രായിക്കിൽ പറയാം. ടി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ട്രിഗണോമെട്രിക്. എന്തായിരിക്കും? ട്രിഗണോമെട്രിക്. ദെൻ ഇ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എക്സ്പോണൻഷ്യൽ. നമ്മൾ e⁻x ഒക്കെ ഇല്ലേ, അതൊക്കെയാണ് എന്തെന്ന് പറയാ ഇതിൽ വരാം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയടാ, ഇൻവേഴ്സ് ടൈം ഉണ്ടെങ്കിൽ അവൻ രണ്ടാമതാണെങ്കിൽ അവനെ പിടിച്ച് ആദ്യം ഇട്ടിരിക്കണം. ദെൻ ലോഗിൻ്റെ ടൈം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ലോഗ് ആദ്യം വരണം. അതായത് ഇപ്പോൾ ലോഗ് എക്സ് ഇൻറ്റു x³ എന്ന് ഒന്ന് വിചാരിച്ചോ. ലോഗ് എക്സ് ഉണ്ട്, x³ ഓൾജിബ്രായിക്ക്. അപ്പോൾ കറക്റ്റ് അല്ലേ? തിരിച്ചൊക്കെ ചോദിക്കാടാ. ഇപ്പം x³ ലോഗ് എക്സ് എന്നാണ് ക്വസ്റ്റ്യൻ വരണമെങ്കിൽ നമ്മൾ മാറ്റണം. കാരണം ലോഗ് ആദ്യം വരണം, എന്നിട്ടാണ് x³ വരാൻ പാടുള്ളൂ. ഐഡിയ കിട്ടിയോ? അതാണ് ഹൈലൈറ്റ് റൂൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ ക്വസ്റ്റ്യൻ വന്ന് എങ്ങനെ ചെയ്യണമെന്ന് നമുക്കൊന്ന് ചെയ്തു നോക്കാം. ദേ കിടക്കുന്നു. എന്താണ്? ഇൻ്റഗ്രേറ്റ് ദ ഫംഗ്ഷൻ എക്സ് ലോഗ് എക്സ് ആണ്. നമ്മുടെ ഹൈലൈറ്റ് അനുസരിച്ചിട്ട് എക്സ് ആദ്യം വരാൻ പാടുണ്ട് ഇല്ല. എക്സ് ആദ്യം എപ്പോൾ വരണം? രണ്ടാമത് വരണം. ലോഗ് വേണം ആദ്യം വരാൻ കേട്ടോ. അപ്പോൾ നമ്മൾ റീഅറേഞ്ച് ചെയ്യുന്നു. ലോഗ് എക്സ് ഇൻറ്റു എക്സ് dx. ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് ഫംഗ്ഷൻ ആരാ? നമ്മൾ ആ ഫോർമുല ഒന്ന് വെറുതെ എഴുതാം കേട്ടോ.
ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡി ബൈ ഡി എക്സ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഇതാണ് നമ്മളുടെ ഫോർമുല. നമുക്ക് ചെയ്ത് നോക്കാലോ. ചെയ്ത് നോക്കുമ്പോൾ ഇൻ്റഗ്രൽ ഫസ്റ്റ് ഇൻറ്റു, അതായത് ലോഗ് എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ സെക്കൻഡ് ആണ്. ഇൻ്റഗ്രൽ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ എക്സ് ആണ് അല്ലേ, ഇൻ്റഗ്രൽ എക്സ് ആണ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്, അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ആണ്, ഇൻ്റഗ്രൽ ഓഫ് എക്സ് ആണ്. ഇതാണ് ഫോർമുല വന്നത് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. ലോഗ് എക്സ് ഇൻറ്റു എന്താണ് ഇൻ്റഗ്രൽ എക്സ് എന്ന് പറഞ്ഞാൽ? ഇൻ്റഗ്രൽ എക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ഇൻ്റഗ്രൽ എക്സ് റേസ് ടു 1 എന്നല്ലേ മീനിങ്. അപ്പോൾ ആൻസർ എന്തായിരിക്കും? എക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എക്സ് റേസ് ടു 1 എന്നാ. അപ്പോൾ ആൻസർ എന്തായിരിക്കും? എക്സ് സ്ക്വയർ ബൈ 2 ആയിരിക്കും. എന്തായിരിക്കും? ഒരെണ്ണം കൂട്ടാം, അത് തന്നെ താഴത്തെ എഴുതാം. അപ്പോൾ ഇവിടെ എന്ത് വരും? എക്സിൻ്റെ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് ഇൻ്റഗ്രൽ എന്താണ് ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ്? 1/x ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇപ്പം നമുക്ക് അറിഞ്ഞൂടെ എന്താണ്? എക്സ് സ്ക്വയർ ബൈ 2 dx ആണ്. അറിഞ്ഞൂടെ? പിന്നെ നമുക്കൊന്ന് ചെയ്യാലോ. ഞാനിവിടെ ഒന്ന് ഭംഗിക്ക് എഴുതുന്നു. എക്സ് സ്ക്വയർ ലോഗ് എക്സ് ബൈ 2 മൈനസ് നമുക്കിവിടെ എക്സും എക്സ് സ്ക്വയറിൽ ഒരാളെയും കട്ട് ചെയ്ത് കളയാലോ. ബാക്കി അവിടെ ഒരു 1/2 ഉണ്ടല്ലേ, അവനെ പിടിച്ച് ഫ്രണ്ടിലേക്ക് ഇടാം. 1/2 ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ് എന്തായിരിക്കും? 1/2 ഇൻ്റഗ്രൽ എക്സും എക്സ് സ്ക്വയറും ക്യാൻസൽ ആയിട്ട് ബാക്കി എന്ത് തോന്നുന്നു? എക്സ് ഡി എക്സ്. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസറിലേക്ക് നമ്മൾ എത്തി. എക്സ് സ്ക്വയർ ലോഗ് എക്സ് ഡിവൈഡഡ് ബൈ 2 മൈനസ് 1/2 ഇൻറ്റു എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താ? എക്സ് സ്ക്വയർ ബൈ 2 ആണല്ലേ. എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് സി ആണ്. വേണമെങ്കിൽ ഭംഗിക്ക് എഴുതിക്കോടാ. എക്സ് സ്ക്വയർ ലോഗ് എക്സ് ബൈ 2 മൈനസ് 1 ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ബൈ 2 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ബൈ 4 പ്ലസ് സി എന്ന് പറഞ്ഞിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. എവിടെയാണോ നിങ്ങൾക്ക് കംഫർട്ട് അവിടെ വെച്ച് നിങ്ങൾ നിർത്തിക്കോ, അതിൽ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പക്ഷെ എപ്പോഴും ഇതേപോലെ ചെയ്യാൻ പറ്റിയാൽ അതാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഫോർമുലയിലേക്ക് ഇട്ടങ്ങ് പഠിക്കുക. ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. അപ്പോൾ ഇവിടെ ചില മക്കൾ എന്ത് ചെയ്യുന്നറിയോ? നേരെ നോക്കില്ല, നേരെ അങ്ങ് ഫോർമുല അപ്ലൈ ചെയ്യും. അല്ലാത്ത ലോഗ് വന്നു കഴിഞ്ഞാൽ ലോഗിൻ്റെ ടൈം വേണം ആദ്യം വരാൻ. ക്ലിയർ ആണോ? അങ്ങനെ വേണം ചെയ്യാൻ. സോ നെക്സ്റ്റ് വൺ, ഇതൊരു ഫോർമുല പഠിപ്പിച്ചു തരാം. സിമ്പിൾ ആട്ടോ. ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് എക്സ് ദാറ്റ് ഇസ് ഈക്വൽ ടു ആൻസർ എന്താണെന്നറിയോ? ഇ റേസ് ടു എക്സ് എഫ് ഓഫ് എക്സ്. എന്താണ് സാധനം? എന്താണ് സാർ ഈ എഫ് ഓഫ് എക്സ് എന്നൊക്കെ? സിമ്പിളാടാ. ഒരു സാധനത്തിൻ്റെ ഡെറിവേറ്റീവ് തൊട്ട് കൂടി ഉണ്ടെന്ന് വിചാരിച്ചോ. അങ്ങനെ എനിക്ക് ഒറ്റയടിക്ക് നമുക്ക് എഴുതാം. ഇ റേസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് നമുക്ക് എഴുതാൻ പറ്റും. അതാണ് സിമ്പിൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ പഠിക്കണം. എന്താണ് ഡി ബൈ ഡി എക്സ് ഓഫ് 1/x എന്ന് പറഞ്ഞാൽ? ഡി ബൈ ഡി എക്സ് ഓഫ് 1/x എന്ന് പറഞ്ഞാൽ മൈനസ് 1/x സ്ക്വയർ. ഫോർമുലയാണ് പഠിച്ചു വെച്ചോ. എന്താണ് 1/xൻ്റെ ഫോർമുല എന്ന് പറയുന്നത്? ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് മൈനസ് 1/x സ്ക്വയർ. ദേ കൂടെ കിടക്കുന്നതാ ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സ് ഇൻറ്റു 1/x മൈനസ് 1/x സ്ക്വയർ ഡി എക്സ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയടാ, 1/xൻ്റെ ഡെറിവേറ്റീവ് അല്ലേ മൈനസ് 1/x സ്ക്വയർ. ദേ കൂടെ കിടക്കുന്നു. നമ്മളെ ഫോർമുല അനുസരിച്ച് എന്താണ് ആൻസർ? ഇ റേസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സിന് പകരം ഇവിടെ ആരായിരിക്കും? 1/x പ്ലസ് സി. ദേ കഴിഞ്ഞു. ഫോർമുല പഠിച്ചില്ലേ? ഇത്രേ ഉള്ളൂ. വേണമെങ്കിൽ ഒരെണ്ണം കൂടി ചെയ്തോ. ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ആണ്. എന്താണ്? സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഡി എക്സ്. ഒന്ന് ആലോചിച്ച് നോക്കിയടാ, സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് അല്ലേ കോസ് എക്സ്, അതല്ലേ കൂടെ കിടക്കണേ. അപ്പോൾ ആൻസർ എന്തായിരിക്കും? നമുക്ക് ഒറ്റയടിക്ക് എഴുതാലോ. എന്തായിരിക്കും? ഇ റേസ് ടു എക്സ് സൈൻ എക്സ് പ്ലസ് സി. ആൻസർ കഴിഞ്ഞു. ക്ലിയർ? ഇത്രേ ഉള്ളൂ. ദെൻ നെക്സ്റ്റ് ഒരെണ്ണത്തിലേക്ക് പോവാം. ഇവിടെ പ്രശ്നമല്ല, ഇവിടെ അതേ കുറേ സാധനങ്ങളൊക്കെ വന്നു സാർ. ഒരു കുഴപ്പമില്ല, ബ്രാക്കറ്റ് ഒന്നും ഓപ്പൺ ചെയ്യാൻ പറ്റൂലേ? ചെയ്തോ. ഈ റേസ് ടു എക്സ് അവിടെ കിടന്നോട്ടെ, നമ്മൾക്ക് അവന് ഒരു പ്രശ്നമില്ല കേട്ടോ. പുള്ളി പാവും. സീക്ക് എക്സ് ഇൻറ്റു 1 എന്തായിരിക്കും വരാ? സീക്ക് എക്സ് അല്ലേ. സീക്ക് എക്സ് ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ എന്താ? സീക്ക് എക്സ് പ്ലസ് അടുത്ത എന്താ? സീക്ക് എക്സ് ടാൻ എക്സ്. എന്തായിരിക്കും? സീക്ക് എക്സ് ടാൻ എക്സ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടിയല്ലേ. എന്നിനി നോക്കിയ മക്കള്, ഈ റേസ് ടു എക്സ് ഉണ്ട്. സീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താടാ? സീക്ക് എക്സ് ടാൻ എക്സ്. ഇതേ കിടക്കും. ആൻസർ ആയില്ലേ. ഒന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യേണ്ട പ്രശ്നമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആൻസർ എന്തായിരിക്കും? ഇ റേസ് ടു എക്സ് സീക്ക് എക്സ് പ്ലസ് സി. ദേ ആൻസർ ആയി. കുഴപ്പമില്ലോ. ദേ നെക്സ്റ്റിലേക്ക് പോവാം. അയ്യോ ദേ പിന്നെ ഫോർമുല. എന്തെന്നാണ് സാർ അത്? ഒരു കുഴപ്പമില്ലടാ. ദീ ഫോർമുല അല്ലേ ദീ സാധനം. ഇവനെ നമുക്ക് അടുത്ത ചാപ്റ്ററിൽ ആവശ്യമുണ്ട്. ഏതാ? ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസിൽ ആവശ്യം. ഈ ഒരൊറ്റ ഫോർമുല അടിച്ചാൽ മതി. അപ്പോൾ ഇപ്പോഴേ അങ്ങ് പഠിച്ചു നോക്കൂ. അപ്പോൾ ആ ഫോർമുലകളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കാടാ. എല്ലാത്തിനും കോമൺ ആയിട്ട് ആരുണ്ട്? x/2 ഉണ്ട്. ആ റൂട്ട് അതുപോലെ തന്നെ എങ്ങനെയാണ് നിങ്ങൾ നോക്കി. അതിൻ്റെ ഫോർമാറ്റ് നോക്കി. എക്സ് റൂട്ട് ഓഫ് വന്നു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്നറിയോ? മുകളിൽ ഒന്നുമില്ല കേട്ടോ. നമ്മൾ 1/√ഒക്കെ പഠിച്ചതാണ്. ഇവിടെ റൂട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യണമെന്ന്. അപ്പോൾ ഇവിടെ എല്ലാത്തിലും കോമൺ ആയിട്ട് ആരുണ്ട്? x/2 കോമൺ ആണ്. ആ റൂട്ടിനെ പിടിച്ച് അതുപോലെ അങ്ങ് എഴുതാം.
പ്ലസ് a²/2 എല്ലാത്തിലും വരുന്നുണ്ട്. ആകെ ദിവനിക്ക് മാത്രമേ പ്രശ്നമുള്ളൂ. അവൻ വന്നു കഴിഞ്ഞാൽ മാത്രം ആ നടുക്ക് മൈനസ് ആവും. ബാക്കിയെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റൂലേ? ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ. 1/√(x² + a²) ഫോർമുല പഠിച്ചിട്ടില്ലേ? ഈ ഒരു ഫോർമുല അല്ലേ നോക്കി, ഇതല്ലേ ഫോർമുല. മറ്റേ a²/2 ഒക്കെ കഴിഞ്ഞിട്ട് ലോഗ് വെച്ചിട്ട് നമ്മൾ പഠിച്ചില്ലേ? അപ്പോൾ അത് കണക്ട് ചെയ്ത് പഠിച്ചു. എന്താണ് 1/√(x² - a² എന്ന് പറഞ്ഞാൽ? ഇതല്ല ഫോർമുല, ലോഗ്. ഇതും പഠിച്ചില്ല. അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞാൽ ഇത് പഠിക്കാൻ എളുപ്പമല്ലേ? ഇത്രേ ഉള്ളൂ. ഇതാണ് ഇന്റഗ്രൽസിന്റെ പ്രത്യേകത കേട്ടോ. ദെൻ നമുക്കൊരു ക്വസ്റ്റ്യൻ അങ്ങ് ചെയ്ത് നോക്കാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആട്ടോ. √4 - x². എങ്ങനെ എഴുതാൻ പറ്റും മക്കളെ? √2² - x². എഴുതി കൂടെ? വല്ല പ്രശ്നമുണ്ടോ? അപ്പോൾ ഇട്ട് കൊടുക്ക്. ഏടെ സ്ഥലത്ത് ഇവിടെ ആരാ? ഇവനാണ്, 2 ആണ്. അപ്പോൾ നമ്മുടെ ഫോർമുല അനുസരിച്ച് എന്താ? x/2. അപ്പോൾ ഞാൻ അങ്ങ് എഴുതുന്നു x/2 കോമൺ ആട്ടോ. ആ 2-നെയൊക്കെ മാറ്റി എഴുതരുത്. x/2 അവിടെ കിടക്കണമെന്ന് ഇക്വേഷനിലുള്ളതാണ്, നമ്മൾ തുടരല്ല. x/2 √(a² - x² എന്ന് പറഞ്ഞാൽ ആരാ? ഇവിടെ എന്തായിരിക്കും? 2² - x² പ്ലസ് a²/2. a² എന്ന് പറഞ്ഞാൽ ആരാ? 2²/2 സൈൻ ഇൻവേഴ്സ് x/a. അപ്പോൾ എന്ത് വരും ഇവിടെ? x/2 പ്ലസ് c. വേണമെങ്കിൽ ഇത്തിരി കൂടി ഭംഗിക്ക് എഴുതിക്കോ. x/2 √(2² - x² പ്ലസ് 2² എന്ന് പറഞ്ഞാൽ 4/2. 4/2 എന്ന് പറഞ്ഞാൽ 2 സൈൻ ഇൻവേഴ്സ് x/2 പ്ലസ് c. ഇത് ആൻസർ ആയി. വല്ല പാടുള്ള പ്രശ്നമാണോ? നേരെ ഫോർമുലയിലേക്ക് ഇട്ട് കൊടുത്താൽ പോരെ? പിന്നല്ല. അടുത്ത ക്വസ്റ്റ്യൻ. നമ്മൾ നേരത്തെ ചെയ്തൊരു പരിപാടിയില്ലേ, നമ്മൾ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം ഒക്കെ വെച്ചിട്ട് ആ പരിപാടി ചെയ്യുമ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു ഫോർമുലയിലേക്ക് വരും. ഉറപ്പായിട്ടും വരും. ചെയ്ത് നോക്കാം വാ. അപ്പോൾ എങ്ങനെയാണെന്ന് നമ്മൾ ചെയ്യാടാ? x² പ്ലസ് 4x പ്ലസ് 6 ആണ്. നമ്മളിവനെങ്ങനെ മാറ്റും? നമ്മളിവനെ മാറ്റുന്നു. x² പ്ലസ് 4x മാത്രം എടുക്കാട്ടാ. ഇനി ആ 4x എക്സിൻ്റെ കൂടെ ഉള്ളവൻ്റെ പകുതിയുടെ സ്ക്വയർ ആഡ് ചെയ്യുന്നു, പകുതിയുടെ സ്ക്വയർ മൈനസും ചെയ്യുന്നു. പകുതിയുടെ സ്ക്വയർ ഞാൻ ആഡ് ചെയ്യാണ്. എത്രയാടാ? 2². 4ൻ്റെ പകുതി 2 അല്ലേ? ഇപ്പോൾ 2² ഞാൻ ആഡ് ചെയ്തു. പ്ലസ് 6 അവിടെ കിടപ്പുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? -2² എന്ത് ചെയ്യുന്നു? മൈനസ് ചെയ്യുന്നു. ആഡ് ചെയ്ത് അപ്പോൾ തന്നെ മൈനസും ചെയ്യാം, കുഴപ്പമില്ലല്ലോ. ദെൻ അടുത്ത പരിപാടി, ഇവൻ നമുക്ക് എങ്ങനെ എഴുതാം? എക്സിൻ്റെ സ്ക്വയർ ആയതുകൊണ്ട് എക്സ്, സെക്കൻഡ് ടൈം പ്ലസ് ആണെങ്കിൽ പ്ലസ് 2ൻ്റെ സ്ക്വയർ നമ്മൾ ആഡ് ചെയ്തല്ലേ? x+2² പ്ലസ് 6 - 2². 6 - 2² എന്ന് പറഞ്ഞാൽ എത്രയാ? 6 - 4 2 ആണ് കിട്ടിയത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എല്ലാം നമുക്ക് സ്ക്വയറിൻ്റെ ടൈം കിട്ടണമെന്നില്ല. 2 എന്തിൻ്റെ സ്ക്വയറാ? √2ൻ്റെ സ്ക്വയറാ. എഴുതി കൂടെ? 3 എന്തിൻ്റെ സ്ക്വയറാ? √3യുടെ സ്ക്വയറാ. അപ്പോൾ നമ്മൾ എഴുതുന്നറാ x+2² പ്ലസ് √2². കുഴപ്പമില്ലോ. ഇനിയിപ്പോൾ നമ്മൾ അറിയാവുന്ന ഫോർമുലയിലേക്കല്ലേ കിടക്കുന്നത്. എന്താണ്? √(x² + a². ആ ഫോർമുല അല്ലേ? അപ്പോൾ എക്സ് വരുന്ന സ്ഥലത്തേക്ക് ഇനി എന്തിട്ട് കൊടുക്കുക? x+2 ഇട്ട് കൊടുക്കുക. എ വരുന്ന സ്ഥലത്തേക്ക് എന്തിട്ട് കൊടുക്കുക? √2 ഇട്ട് കൊടുക്കുക. x/2 നമ്മുടെ ഫോർമുല അനുസരിച്ചിട്ട് എന്താ? x/2 ആണ് വരാം. അപ്പോൾ ഇവിടെ എന്തിട്ട് കൊടുക്കാടാ? x+2/2 √(a²-) അത് നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. x+2² പ്ലസ് √2². അങ്ങനെ നിർബന്ധമൊന്നുമില്ലാടാ. നമുക്ക് ഈ ക്വസ്റ്റ്യൻ തന്നാനെ തന്നെ എഴുതിയാൽ മതി, ഒരു കുഴപ്പമില്ല. അത് തന്നെയല്ല സാധനം കിടക്കുന്നത്, ചേഞ്ച് ഒന്നുമില്ല. അപ്പോൾ അത് വേണമെങ്കിൽ അത് ഇട്ടാലും മതി കേട്ടോ. പ്ലസ് a²/2. a² എന്ന് പറഞ്ഞാൽ ആരാ? √2²/2. എന്തായിരിക്കും? √2²/2 ലോഗ് മോഡ്. എക്സിൻ്റെ സ്ഥലത്ത് ഇവിടെ ആരാ? x+2 പ്ലസ് √(x² + a² എന്ന് പറഞ്ഞാൽ എന്ത് തന്നെ വേണമെങ്കിൽ ഇങ്ങനെ തന്നെ എഴുതിക്കും. ഇത് നമ്മൾ എഴുതിയതല്ലേ? x+2² പ്ലസ് √2² പ്ലസ് c. വേണമെങ്കിൽ ഇത്തിരി കൂടി ഭംഗിക്ക് എഴുതാട്ടോ. √2² എന്ന് പറഞ്ഞാൽ 2/2 1 ആണ്. അപ്പോൾ ഈ ടൈമിനെ വേണമെങ്കിൽ 1 ആക്കി എഴുതാം. ഞാൻ ഇനി അത്രയും ഇതാക്കിയുള്ള ഒറ്റയടിക്ക് ഐഡിയ കിട്ടിയില്ലേ, അതുമാത്രം ചെയ്താൽ മതി. ഓക്കെ അല്ലേ? വലിയ പ്രശ്നമില്ല. ഫോർമുല പഠിച്ചാൽ സിമ്പിളാണ്, എഴുതി അങ്ങ് പഠിച്ചു. അടുത്തത് പോവാ. ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ, നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കാ. ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? എന്തുട്ടാ? നമ്മൾ ചെയ്തില്ലേ? നമ്മൾ സാധാ ഇതുവരെ ഇൻ്റഗ്രൽ ചെയ്തില്ലേ? അവിടെ ലിമിറ്റും കൂടി വരും. എന്തായിരിക്കും? ലിമിറ്റും കൂടി വരും. വലിയ 2 ലിമിറ്റ് ഇങ്ങനെ വരും കേട്ടോ. എയും വരും, ബിയും വരും. ബീനെ നമ്മൾ എന്ത് പേര് പറയും? അപ്പർ ലിമിറ്റ് എന്ന് പറയും. എന്തായിരിക്കും? അപ്പർ ലിമിറ്റ് എന്ന് പറയും. എനെ നമ്മൾ എന്ത് പറയും? ലോവർ ലിമിറ്റ് എന്ന് പറയും. എന്തായിരിക്കും? ലോവർ ലിമിറ്റ് എന്ന് പറയും. ഇനി നമുക്കിത് ചെയ്ത് കഴിയുമ്പോൾ ഒരു ആൻസർ കിട്ടുമല്ലോ. അപ്പോൾ തൽക്കാലം എക്സ് എന്ന് വിചാരിക്കുക. എക്സ് എനിക്ക് കിട്ടി, എനിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഇവിടെ അപ്പർ ലിമിറ്റും ഉണ്ട്, ലോവർ ലിമിറ്റും ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? അപ്പർ ലിമിറ്റ് ആദ്യം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇട്ട് കൊടുക്കും, എക്സിൻ്റെ സ്ഥലത്ത് ബി ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും? ബി മൈനസ് ലോവർ ലിമിറ്റ് പിന്നെ ഇട്ട് കൊടുക്കുക. എക്സിൻ്റെ സ്ഥലത്ത് എ ഇട്ട് കൊടുക്കുക. കഴിഞ്ഞ്. അപ്പർ ലിമിറ്റ് ആദ്യം ഇട്ട് കൊടുക്കുക, മൈനസ് ലോവർ ലിമിറ്റ് ഇട്ട് കൊടുക്കുക. അത്രേ ഉള്ളൂ. ഇതിനെയാണ് സിമ്പിളായിട്ട് എന്ത് പറയുക? ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറയും. കൂടുതലൊക്കെ ആലോചിച്ച് ചെയ്യേണ്ട. ക്ലിയർ? സിമ്പിളായിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്ത് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പിടിച്ചു. നമ്മളെങ്ങനെ ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ എക്സ് ഇൻ്റഗ്രൽ -1 to 1 x+1 ആണ്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് എക്സിൻ്റെ ഇൻ്റഗ്രൽ? x²/2 അല്ലെ? x²/2 പ്ലസ് 1ൻ്റെ ഇൻ്റഗ്രൽ എന്താ? എക്സ്. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ ഇൻ്റഗ്രലൊക്കെ കണ്ടുപിടിച്ച് വെച്ചു. ദെൻ നമ്മളുടെ സംഭവം എന്താ? -1 to 1 ആണ്.
അല്ലെ -1 2 ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും? ആദ്യം നമുക്ക് അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. 1² 2 + 1 മൈനസ് അടുത്ത് എന്ത് ചെയ്യണം? ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. -1² 2 + -1 ഇതല്ലേ വരാം. 1² 2 എന്ന് പറഞ്ഞാൽ 1/2 + 1 മൈനസ് എന്താണ് -1² എന്ന് പറഞ്ഞാൽ 1/2 പ്ലസ് ഇൻറ്റു മൈനസ് എന്ന് പറഞ്ഞാൽ -1 വേണമെങ്കിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തോ. 1/2 + 1 മൈനസ് ഇൻറ്റു 1/2 എന്താ? -1/2 മൈനസ് ഇൻറ്റു മൈനസ് എന്താ? +1 ഇങ്ങനെ കിട്ടിയില്ലേ? 1/2 -1/2 കട്ട് ചെയ്ത് കളഞ്ഞൂടെ? അപ്പോൾ ബാക്കി ആൻസർ എന്തായി? 2 കിട്ടി. ഇത്രേ ഉള്ളൂ. ഇതാണ് സിമ്പിളായിട്ട് എന്തെന്ന് പറയാ, ഈ നമ്മുടെ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറയാം. അപ്പർ ലിമിറ്റ് ആദ്യം അപ്ലൈ ചെയ്യാം, ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ഇത്രേ ഉള്ളൂ പരിപാടി. ഓക്കെ അല്ലേ? സോ നമ്മളുടെ നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് നമുക്ക് പോവാം. സിമ്പിളാട്ടാ. എന്താണ് ഇൻ്റഗ്രൽ 1/x എന്ന് പറഞ്ഞാൽ? ഇൻ്റഗ്രൽ 1/x എന്ന് പറഞ്ഞാൽ എന്താടാ? log x ആണല്ലേ. log x നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു 2 to 3 ആണ്. ആദ്യം അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അപ്പം അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? log 3 മൈനസ് log 2. log 3 മൈനസ് log 2. ഇത് ഏത് ഫോർമുല? log a/a - b ഫോർമുല അല്ലേ? അപ്പം എന്താണ് log a - log b എന്ന് പറഞ്ഞാൽ log a/b. അപ്പം എന്ത് വരും? log 3/2 കഴിഞ്ഞു. അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടല്ലോ, ഇതുവരെ നമ്മളൊക്കെ സി ഇട്ടില്ലേ? ഇവിടെ സി ഉണ്ടാവും. ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൽ നമ്മൾ എന്തിട്ട് കൊടുക്കില്ല? സി ഇട്ട് കൊടുക്കില്ല. എന്നിട്ട് കൊടുക്കില്ല? സി നമുക്ക് വേണ്ട, കാരണം കോൺസ്റ്റന്റ് ഒക്കെ പോയി. ഇവിടെ നമുക്ക് വാല്യൂ ഉള്ളതല്ലേ, ഒരു കുഴപ്പമില്ല കേട്ടോ. സെറ്റല്ലേ? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ പിടിച്ചു. എന്താണ് ഈ ക്വസ്റ്റ്യൻ? 1/√1 - x² dx. അതായത് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇതെന്ന് പറഞ്ഞാൽ √1 - x² dx എന്നുള്ള സംഭവമാണ് കേട്ടോ. ഈ dx/√1 - x² കണ്ട് കൺഫ്യൂഷൻ അടിക്കണ്ട. ഇത് എന്തിൻ്റെ ഡെറിവേറ്റീവാ? ഈ എന്തിൻ്റെ സാധനമായിരുന്നു ഇത്? സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് അല്ലേ? 1/√1 - x². അപ്പോൾ ഇൻ്റഗ്രൽ 1/√1 - x² എന്ത് സാധന? സൈൻ ഇൻവേഴ്സ് എക്സ്. എന്ത് സാധന? സൈൻ ഇൻവേഴ്സ് എക്സ്. അറിഞ്ഞൂടെ? ഇത് നമ്മൾ പഠിച്ചതാണ് കേട്ടോ, തെറ്റിക്കല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാൻ എന്ത് വരും? സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. നമ്മുടെ ലിമിറ്റ് 0ഉം 1ഉം. ഇത് ഇൻവേഴ്സ് ട്രിഗണോമെട്രി ആയിട്ട് കണക്ട് ചെയ്തല്ല, ഒരു കുഴപ്പമില്ല, അത് പഠിച്ചതു. അപ്പോൾ എല്ലാം കൂടി പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ സെറ്റാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുക സൈൻ ഇൻവേഴ്സ്. ആദ്യം അപ്പർ ലിമിറ്റ് സൈൻ ഇൻവേഴ്സ് 1 മൈനസ് സൈൻ ഇൻവേഴ്സ് 0. സൈൻ ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ സൈൻ്റെ ഏത് ആംഗിളിലാണ് 1 വരണത്? സൈൻ്റെ ഏത് ആംഗിളിലാണ് വരിക? സൈൻ 90 നമ്മൾ π/2 എന്ന് എഴുതും. എന്തായിരിക്കും? π/2 എന്ന് എഴുതും. മൈനസ് സൈൻ ഇൻവേഴ്സ് 0 എന്ന് പറഞ്ഞാൽ സൈൻ്റെ ഏത് ആംഗിളിലാണ് 0 വരാം? സൈൻ 0. അപ്പോൾ π/2 - 0 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാ? π/2. കഴിഞ്ഞില്ലേ? ഇത്ര ഉള്ളു പരിപാടി. ഇന്നല്ല. ഈ അടുത്ത ക്വസ്റ്റ്യൻ പിടിച്ചോ. അടുത്ത ക്വസ്റ്റ്യൻ ഇത്തിരി ഫോർമുലയൊക്കെ അപ്ലൈ ചെയ്യണം. നമുക്കൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. 2 to 3 dx/x² - 1 ആണ്. അപ്പം ഇതിനെ dx നമുക്ക് x² - 1ന് പകരം 1² ഇട്ട് കൊടുക്കാമല്ലോ. 1 പാവണം, ആരെ കയറ്റിയാലും ഒരു കുഴപ്പമില്ല. സോ 1² ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ ഫോർമുല അനുസരിച്ച് ചെയ്യാമല്ലോ. 2 to 3 ആണ് കേട്ടോ. അപ്പം എന്തായിരിക്കും വരാം? 1/2a ആണ്. എയുടെ സ്ഥലത്ത് ഇവിടെ ആരാ? 1 അല്ലേ കിടക്കണേ? അപ്പം നമുക്ക് ഇട്ട് കൊടുക്കാമല്ലോ. 2a എന്ന് പറഞ്ഞാൽ 2 × 1 log mod x മൈനസ് എക്ക് പകരം ഇവിടെ ആരാ? 1 ആണല്ലേ. 1/x + 1. ഇതേ നമ്മുടെ ലിമിറ്റ് ആരാ? 2 to 3 ആണ് അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് ഈ 1/2 ഇവിടെ 1/2 കിടപ്പുണ്ട്. അവൻ ഫ്രണ്ടിൽ പൊക്കോട്ടെ, എനിക്ക് അവന് വേണ്ട. ഞാൻ അവനെ ഏറ്റവും ഫ്രണ്ടിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ പരിപാടിയൊക്കെ തീരും പെട്ടെന്ന്. ലോഗ് മോഡ് നമുക്കിനി ആരെ അപ്ലൈ ചെയ്യണം? 3ന് അപ്ലൈ ചെയ്യണം. അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. 3 - 1/3 + 1 മൈനസ് ഇനി ലോവർ ലിമിറ്റ് ലോഗ് 2 - 1/2 + 1. അപ്പോൾ ഇവിടെ എന്ത് കിട്ടിയാണ് മക്കളെ? 1/2 ലോഗ് ഇവിടെ എന്താണ്? 3 - 1 എന്ന് പറഞ്ഞാൽ 2/4 മൈനസ് ലോഗ് 1/3. ഇങ്ങനെ കിട്ടിക്കൂടെ? അപ്പോൾ ഈ 2/4 വേണമെങ്കിൽ കട്ട് ചെയ്ത് ചെറുതാക്കിയിട്ട് നമുക്ക് ആരെന്ന് എഴുതാം? 1/2 എന്ന് വേണമെങ്കിൽ എഴുതാം കേട്ടോ. അപ്പോൾ നമ്മൾ എഴുതുന്നു 1/2. ഇവിടെ എന്ത് വന്നടാ? ലോഗ് 1/2 മൈനസ് ലോഗ് 1/3. ഇങ്ങനെ കിട്ടിയില്ലേ? ഇങ്ങനെ കിട്ടിയില്ലേ? അപ്പോൾ ഇവനെ നമുക്ക് എങ്ങനെയും കൂടി ചെയ്യാം. ഇവനെ നമുക്ക് ഈ ഇവിടെ എന്ത് സാധനം കിടക്കുന്നത്? 1/2 ഇവിടെ log a - log b ഫോർമുലയിൽ എന്താണ് ഫോർമുല? log a/b ആണ്. അപ്പോൾ ഇവിടെ ഇട്ട് കൊടുക്കാമല്ലോ. log 1/2/1/3. ഇങ്ങനെ കിട്ടിയില്ലേ? ഇനി നമുക്ക് ആൻസർ ചെയ്യാലോ. 1/2 ലോഗ് നമുക്ക് ഓൾറെഡി അറിയാം. 1/2 അവിടെ കിടന്നോട്ടെ. താഴത്തെ റാഷണൽ വാല്യൂ എന്ന് കഴിഞ്ഞാൽ എന്താ ചെയ്യുക? റെസിപ്രോക്കലിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 3/1 എന്നായി. അപ്പോൾ ഇവിടെ ഫൈനൽ ആൻസർ എന്ത് വരും? 1/2 ലോഗ് 1 × 3 എന്ന് പറഞ്ഞാൽ 3, 2 എന്ന് പറഞ്ഞാൽ 2. ഈ ആൻസറായി. അപ്പോൾ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ പറഞ്ഞാൽ സിമ്പിളാണ്. ചെറുതാക്കിയില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഫൈനൽ ആൻസറിൽ നമുക്ക് എന്ത് ചെയ്യാം? ചെറുതാക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ഐഡിയ കിട്ടിയില്ലേ? ഇപ്പോൾ 2/4 വേണമെങ്കിൽ 1/2 ഇട്ട് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് നമ്മുടെ പരിപാടി കിട്ടും. അപ്പോൾ എവിടെയാണോ നിങ്ങൾക്ക് കൺഫ്യൂഷൻ അവിടെ വെച്ച് അങ്ങ് നിർത്തിക്കും. ഇത് കൺഫ്യൂഷൻ ആവേണ്ട വലിയ പരിപാടിയൊന്നുമല്ല. ചെയ്ത് പഠിച്ചാൽ സിമ്പിളാണ്. ഓക്കെ അല്ലേ? ഈ ഒരു ക്വസ്റ്റ്യൻ്റെ മാർക്കൊന്നും കൊണ്ടെങ്കിൽ തെറ്റിക്കരുത് കേട്ടോ. ദെൻ നെക്സ്റ്റ് വൺ ഇവിടെ പ്രശ്നമാണല്ലോ. ഇത് ഒരു പ്രശ്നമില്ല, ഇതൊരു ഷോർട്ട് കട്ടും കൂടിയാണ്.
നമ്മൾ ഇൻ്റഗ്രലിൻ്റെ കേസിൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ എപ്പോഴും ആദ്യം ശ്രദ്ധിക്കേണ്ട പരിപാടി താഴത്ത് കിടക്കുന്നവൻ്റെ ഡെറിവേറ്റീവ് ആണോ നോക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഫോർമുല നമ്മൾ പഠിച്ചില്ല, എന്താ f(f'(x)/f(x). താഴത്ത് കിടക്കുന്നവൻ്റെ ഡെറിവേറ്റീവ് ആണ് മുകളിൽ കിടക്കുന്നതെങ്കിൽ നമുക്ക് എങ്ങനെ അറിയാം? ലോഗ് മൂടാ താഴത്ത് കിടക്കുന്നവൻ. നമ്മൾ ചെയ്താണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നമ്മൾ ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ നോക്കിയപ്പോൾ x²+1 ആണ് താഴത്ത് കിടക്കുന്നത്. എന്താണ് d/dx(x²+1) എന്ന് പറയുന്നത്? എന്താണ് x²+1ൻ്റെ ഡെറിവേറ്റീവ്? x²ൻ്റെ ഡെറിവേറ്റീവ് 2x, 1ൻ്റെ ഡെറിവേറ്റീവ് 0, 2x ആണ്. അപ്പോൾ ഇവനാണ് മുകളിൽ കിടക്കുന്നതെങ്കിൽ നമ്മളെ പരിപാടി ഒറ്റ ഡി അങ്ങോട്ട് തീർന്നേനെ അല്ലേ? പക്ഷേ ഇവിടെ x മാത്രമേ ഉള്ളൂ, അവിടെ 2 ഇല്ല. നമുക്ക് ഇട്ട് കൊടുക്കാമല്ലോ, ഒരു കുഴപ്പമില്ല. വാടാ 0 to 1. ഞാൻ താഴത്തെ x²+1 ആണല്ലേ അല്ലേ? അപ്പോൾ നമുക്ക് മുകളിൽ x മാത്രമേ ഉള്ളൂ, ഞാൻ അവിടെ ഒരു 2 ഇട്ട് കൊടുത്തു. അങ്ങനെ ഒരു സാധനം വെറുതെ അങ്ങനെ ഇട്ട് കൊടുക്കരുത്. അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ നമ്മൾ എന്ത് ചെയ്യണം? 1/2 ഇട്ട് കൊടുക്കണം. അപ്പോൾ കറക്റ്റായി കട്ടായി പൊക്കോളും. ആ ഒരു ഐഡിയ കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? അങ്ങോട്ട് കട്ട് ചെയ്യാന്ന രീതിയിൽ അങ്ങ് ഇട്ട് കൊടുത്തു, കുഴപ്പമൊന്നുമില്ലോ. സോ അടുത്ത പരിപാടിയാണ് dx. ഇനി ഇവൻ്റെ ഇൻ്റഗ്രൽ എന്ത് വരൂടാ? 1/2 താഴത്ത് കിടക്കുന്നവൻ്റെ ഡെറിവേറ്റീവ് അല്ലേ മുകളിൽ ഇപ്പോൾ കിടക്കണേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ലോഗ് മോഡ് x²+1 ഇങ്ങനെ ഇട്ട് കൊടുത്തൂടെ? നമുക്ക് ഒറ്റയടിക്ക് ആൻസർ ആയില്ലേ? അപ്പോൾ 0 to 1 ആണ്, കുഴപ്പമില്ലോ. അപ്പോൾ നമ്മൾ ചെയ്തു പോവാം കേട്ടോ. 1/2 നമ്മൾ ആദ്യം 1 ഇട്ട് കൊടുക്കുക. ലോഗ് 1² + 1 എന്ന് പറഞ്ഞാൽ എന്ത് വരും? ലോഗ് 2 മൈനസ് ലോഗ് 0+1. 0 ചെയ്യുമ്പോൾ 0² + 1 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 0+1 1 ആണ് വരിക. ഇതല്ലേ കിട്ടി. അപ്പോൾ ഈ ലോഗ് 1ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് അറിയോ? 0 ആണ്. ചിലവർക്ക് അത് ഓർമ്മയിട്ടില്ല, ഒരു കുഴപ്പമില്ല. നമുക്ക് ചെയ്യാം 1/2. ഇത് ലോഗ് a മൈനസ് ലോഗ് ബി ഫോർമുല അല്ല, എന്താണ്? ലോഗ് a/b. അപ്പോൾ ഇവിടെ എന്ത് വരൂടാ? ലോഗ് 2/1. സോ വേണമെങ്കിൽ ഒന്നും കൂടി എഴുതാം. 1/2 ലോഗ് 2/1 എന്ന് പറഞ്ഞാൽ 2 അല്ലേ? സോ 1/2 ലോഗ് 2. ഇത്രയുള്ള പരിപാടി. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു മോഡൽ സിമ്പിളായിട്ട് അങ്ങ് പഠിച്ചു കേട്ടോ. ഈ ഒരു സാധനമൊക്കെ നിർബന്ധമായിട്ട് അങ്ങ് പഠിച്ചു വെച്ചു. സിമ്പിൾ സാധനമാണ്. സോ നെക്സ്റ്റിലേക്ക് വരാണ് 0 to π/2. ഇവിടെ കുറച്ചൊരു ഫോർമുല നമ്മൾ പഠിക്കാണ്ട്. എന്താണ് ആ ഫോർമുല ഇമ്പോർട്ടൻ്റ് എന്നറിയോ? 0 to a f(x) dx ആണെങ്കിൽ എന്താണ്? 0 to, ഇതൊരു നമ്മൾ കുറച്ച് പർട്ടിക്കുലർ ആയിട്ടുള്ള ഫോർമുലകളാണ്, കുറച്ച് പ്രോപ്പർട്ടീസാണ്. അപ്പോൾ 0 to a f(x) dx ആണെങ്കിൽ നമുക്ക് അവൻ എങ്ങനെ എഴുതാമെന്നറിയോ? 0 to a f(x)ന് പകരം നമുക്ക് എങ്ങനെ എഴുതാം? a മൈനസ് x dx എന്ന് എഴുതാം. എന്താണ്? എക്സിൻ്റെ സ്ഥലത്തൊക്കെ ലിമിറ്റ് -x എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. അതിന് മുമ്പ് ഒരു കാര്യം കൂടി പഠിച്ചു വെച്ചോ. എന്താണ് ഈ cos π/2 - x എന്ന് പറഞ്ഞാൽ? എന്താണ് cos π/2 - x എന്ന് പറഞ്ഞാൽ? എന്താ? sin x. നമ്മൾ +1 പഠിച്ചിട്ടില്ലേ? cos 90 - x എന്ന് പറഞ്ഞാൽ sin x ആണ്. sin π/2 - x എന്ന് പറഞ്ഞാൽ ആരാ? അതിനർത്ഥം cos x ആണ്. ദെൻ tan π/2 - x എന്ന് പറഞ്ഞാൽ ആരാ? cot x ആണ്. ദെൻ cot π/2 - x എന്ന് പറഞ്ഞാൽ ആരാടാ? sin x ആണ്. ആരാണ്? സോറി, tan x ആണ്. ഇത്രേ ഉള്ളൂ പരിപാടി. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഇവിടെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ഞാൻ i ആയിട്ട് എടുക്കാം. ക്ലിയർ? അപ്പോൾ 0 to π/2 cos²x പകരം cos²x പകരം എനിക്ക് എങ്ങനെയും കൂടി എഴുതാം? π/2 - x എന്ന് എഴുതാം. കാരണം ലിമിറ്റ് അവിടെ അല്ലേ? π/2 - x dx ആണ്. കുഴപ്പമില്ലോ. ഞാൻ ഫോർമുല അപ്ലൈ ചെയ്തു. ഇനി അപ്ലൈ ചെയ്യുമ്പോൾ 0 to π/2 ഇവിടെ എന്താണ്? cos π/2 - x എന്ന് പറഞ്ഞാൽ sin x ആണ്. അപ്പോൾ cos² π/2 - x എന്ന് പറഞ്ഞാൽ എന്ത് വരും? sin²x ആണ്. ഇത്രേ ഉള്ളൂ. cos π/2 - x sin x ആണെങ്കിൽ cos² π/2 - x എന്ന് പറഞ്ഞാൽ sin²x ആണ്. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവനും i തന്നെ അല്ലേ? അപ്പോൾ നമുക്ക് ഇവനെ ക്വസ്റ്റിൽ തന്നവനെ i ആയിട്ട് നമ്മൾ എടുത്തല്ലേ ചെയ്തു തുടങ്ങിയത്. അപ്പോൾ നമുക്ക് ഇവന്മാരൊന്ന് ആഡ് ചെയ്ത് നോക്കിയാലോ? ആഡ് ചെയ്യാലോ. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആഡ് ചെയ്യുമ്പോൾ എന്ത് വരൂടാ? i + i. അപ്പോൾ ഇവിടെ ഫസ്റ്റ് കേസിൽ ആരാ? 0 to π/2 cos²x dx പ്ലസ് 0 to π/2 sin²x. രണ്ടിലെ ലിമിറ്റ് സെയിം അല്ലേ? നമുക്ക് അങ്ങനെ ആഡ് ചെയ്താലോ? π + i എന്ന് പറഞ്ഞാൽ 2i ആയി. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 to π/2 cos²x പ്ലസ് sin²x dx. ഇങ്ങനെ വന്നില്ലടാ? ഇങ്ങനെ വന്നില്ലേ? അപ്പോൾ നമുക്ക് എന്താണ് dx? നമുക്ക് അങ്ങനെ എഴുതാം അല്ലേ? അപ്പോൾ 2i is equal to 0 to π/2 എന്താണ് cos²x പ്ലസ് sin²x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1. ആ ഫോർമുല ആയി. അപ്പോൾ ഇനി നമ്മുടെ ആൻസർ ആയല്ലോ. 2i എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ 1 എന്ന് പറഞ്ഞാൽ ആരാ? x അല്ലേ? 0 to π/2. അപ്പോൾ ഇനി ബാക്കി ഞാൻ ഇവിടെ എഴുതാണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? 2i is equal to എക്സിൻ്റെ ആ സ്ഥലത്തേക്ക് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? π/2 - 0. π/2 - 0 എന്ന് പറഞ്ഞാൽ π/2 തന്നെ അല്ലേ? അപ്പോൾ 2i എന്ന് പറയുന്നത് π/2 ആണ്. അപ്പോൾ i എന്ന് പറഞ്ഞാൽ എന്ത് വരും? ആ 2 താഴത്തേക്ക് വരും. അത് എന്തായിട്ട് മാറിയടാ? π/4 ആണ്.
ഇത്രേ ഉള്ളൂ നമ്മുടെ ആൻസർ. ക്ലിയർ ആണോ? അപ്പോൾ 0 to π/2 ഈ ഒരു മെത്തേഡ് പഠിച്ചു വെച്ചോ. നമ്മൾ ആദ്യം 0 to ലിമിറ്റ് ആണെങ്കിൽ എക്സിൻ്റെ സ്ഥലത്ത് ആ ലിമിറ്റ് -x എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക, i വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഒന്ന് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ആൻസറായി അവർ ആഡ് ചെയ്യുക. അപ്പോൾ i + i എന്ന് പറയുന്നത് 2i ആയി. അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ അല്ലേ? സിമ്പിളാണ്, ചെയ്ത് പഠിച്ചോടാ. ദേ നമ്മളുടെ മെയിൻ സാധനം ഇത് ഏറ്റവും കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റ് അടിച്ച് ചോദിച്ചേക്കണതാണ്. നമുക്കിത് എങ്ങനെ ചെയ്യണമെന്ന് അറിയോ? റൂട്ട് ഇല്ലാതെ നമുക്ക് ചെയ്യാം, റൂട്ട് വന്നാലും സെയിം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച അതേ പരിപാടി ഇവിടെ നമ്മൾ ചെയ്യുന്നു. നമ്മൾ i = എന്ന് പറഞ്ഞ് ചെയ്തു തുടങ്ങും. എന്താണ് i = എന്ന് പറഞ്ഞിട്ട് ചെയ്തു തുടങ്ങാണ്. സോ നമുക്ക് ചെയ്യാം. സോ ആദ്യമേ i ആണ് കേട്ടോ. 0 to π/2 √of sin x അല്ലേ. അപ്പോൾ നമ്മൾ ഓൾറെഡി നമുക്ക് തന്നേക്കുന്നവനെ അങ്ങനെ തന്നെ അങ്ങ് എഴുതിയിട്ട് അടുത്തൊരു സ്റ്റെപ്പിൽ പോയാലും മതി. √sin x + √cos x dx ആണ്. ഇതാണ് നമുക്ക് തന്നേക്കുന്നത്. നമ്മൾ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയോ? നമ്മൾ എന്താ ചെയ്യുക? എക്സിൻ്റെ സ്ഥലത്തൊക്കെ ലിമിറ്റ് -x ഇട്ട് കൊടുക്കും അല്ലേ. അപ്പോൾ ഇവിടെ i = 0 to π/2 √of sin എക്സിന് പകരം നമ്മൾ ആരിട്ട് കൊടുക്കും? π/2 - x ഇട്ട് കൊടുക്കും. എന്തായിരിക്കും? π/2 - x ഡിവൈഡഡ് ബൈ താഴത്തൊക്കെ അങ്ങനെ തന്നെ കേട്ടോ. sin π/2 - x പ്ലസ് √cos π/2 - x. ഇതാണ് നമ്മളുടെ വര അല്ലേ. അപ്പോൾ i = ഇവിടെ എന്തായിരിക്കും വരാടാ? 0 to π/2. എന്താണ് റൂട്ട്? sin π/2 - x എന്ന് പറഞ്ഞാൽ ആരാ? cos x. ആരാണ്? cos x ഡിവൈഡഡ് ബൈ √of sin π/2 - x ആരാ? cos x പ്ലസ് √cos π/2 - x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ sin x dx. കിട്ടിയില്ലേ? അപ്പോൾ ഇവിടെ നോക്കിയ മക്കള്, ഇവിടെ നോക്കിയടാ. ദേ ഇവിടെ ഇതാണ്, ഇവിടെ ഇതാണ്. നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കിയാലോ? അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ i + i എന്ത് വരും? 2i വരും അല്ലേ. നമുക്ക് ഇനി ഉമാരെ വെറുതെ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. 0 to π/2. അപ്പോൾ വെറുതെ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ ആഡ് ചെയ്യാം കേട്ടോ. √sin x ഡിനോമിനേറ്റർ മക്കൾ നോക്കണം കേട്ടോ. എപ്പോഴും ഡിനോമിനേറ്റർ ഒന്ന് വെറുതെ നോക്കിയേ. ആദ്യം നമ്മളുടെ i എന്ന് പറഞ്ഞ് ഇവനെ നമ്മൾ എടുക്കുകയാണ്. √sin x + √cos x ആണ് dx പ്ലസ് 0 to π/2 നമ്മൾ ആഡ് ചെയ്തത് നമുക്ക് ലാസ്റ്റ് കിട്ടിയത് ഇവനായിരുന്നു. √cos x √cos x sin x √sin x. ഇതല്ലേ നമുക്ക് കിട്ടിയത്. അപ്പോൾ മക്കൾ ഇവിടെ നോക്കി ഡിനോമിനേറ്റർ സെയിം അല്ലേ. √sin x +√cos x അല്ലേ. അപ്പോൾ നമുക്കിനി ഒരുമിച്ച് ചെയ്താലോ? കോമൺ ഡിനോമിനേറ്റർ ആയതുകൊണ്ട്. അപ്പോൾ എങ്ങനെ വരും? 2i = 0 to π/2. ഡിനോമിനേറ്റർ സെയിം ആണ് അല്ലേ. ആരാ? √sin x √cos x. ഞാൻ അങ്ങ് എഴുതുന്നു. ക്ലിയർ? ഇനി ഞാൻ ന്യൂമറേറ്ററിനെ ആഡ് ചെയ്തൂടെ? ഇവിടെ ന്യൂമറേറ്റർ ആരാ? √sin x പ്ലസ് ഇവിടെ ആരാ? cos x dx. അപ്പോൾ ഇവിടെ നോക്കിയടാ, ന്യൂമറേറ്ററും ഡിനോമിനേറ്റർ സെയിം അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്ത് കളയാം? കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ആൻസർ എന്ത് വന്നു? 2i = 0 to π/2. കട്ട് ചെയ്ത് കഴിയുമ്പോൾ ആൻസർ എന്തായി? 1 ആയി, 1 dx ആയി ഇല്ലേ. പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കാമല്ലോ. 2i = എന്താണ് ഇന്റഗ്രൽ 1 എന്ന് പറഞ്ഞാൽ? x ആണ് അല്ലേ. അപ്പോൾ x ആണ് 0 to π/2. നമ്മൾ ഇട്ട് കൊടുക്കുകയാണെ 2i = എക്സിൻ്റെ സ്ഥലത്ത് ഞാൻ π/2 - 0 ആണ്. π/2 - 0 എന്ന് പറഞ്ഞാൽ π/2 തന്നെയല്ലേ. അപ്പോൾ 2i എന്ന് പറയുന്നത് π/2 ആണെങ്കിൽ i എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? π/2 താഴത്തേക്ക് വരുമ്പോൾ π/4. ഇതിൻ്റെ ആൻസർ എല്ലാം സെയിം ആയിരിക്കും കേട്ടോ. ഇപ്പോൾ sin x + cos x എന്ന് വന്നാലും ആൻസർ എന്ത് തന്നെയാ? സെയിം തന്നെയല്ലേ. ഇനി sin സ്ക്വയർ എല്ലാത്തിലും സ്ക്വയർ ഇട്ട് കൊടുത്തു, ആൻസർ എന്ത് തന്നെയാ? സെയിം തന്നെയാ. ഇനി sin⁻³ ഇട്ട് കൊടുത്തു, ആൻസർ എന്ത് തന്നെയാ? സെയിം തന്നെയാ. ഒരു കുഴപ്പമില്ല. ഐഡിയ കിട്ടിയാ? അപ്പം എല്ലാം ചെയ്യണം മെത്തേഡ് ഇത് തന്നെ. ഓക്കെ അല്ലേ. അപ്പം ഈ ഒരു സാധനം നിർബന്ധമായിട്ടും ചെയ്ത് പഠിക്കണം കേട്ടോ. ദെൻ നമ്മളുടെ ലാസ്റ്റ് വൺ ഇതും കൂടി അങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഇൻ്റഗ്രൽസിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലായിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ നോക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് അറിയാം. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് മോഡ് വരുമ്പോൾ നമ്മൾ അവൻ എന്ത് ചെയ്യും? ഒന്ന് സ്പ്ലിറ്റ് ചെയ്യും. എന്തായിരിക്കും? സ്പ്ലിറ്റ് ചെയ്യും. എങ്ങനെ മോഡിനെ സ്പ്ലിറ്റ് ചെയ്യണമെന്ന് അറിയോ? മോഡിൻ്റെ അകത്ത് നമ്മൾ മോഡ് എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഒന്നുകിൽ -x എന്നാക്കും, അല്ലെങ്കിൽ +x എന്നാക്കും. എന്തായിരിക്കും? -x + x ആയിരിക്കും. ക്ലിയർ? അതേ പരിപാടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമ്മൾ ആദ്യമേ ചെയ്തെടുക്കും. ആദ്യം ഇവ വേറെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് നമ്മളിവിടെ വരാം? x-5 ഇല്ലേ, മോഡ് x-5 എന്ന് പറയുന്നത് അവനെ രണ്ട് രീതിയിലേക്ക് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. ഒന്ന് മൈനസ് ടൈം വരും, ഒന്നാ പ്ലസ് ടൈം അതുപോലെ വരും. പ്ലസ് ടൈം ഇപ്പുറത്ത് അതുപോലെ നമുക്ക് എഴുതാം x-5. ക്ലിയർ? മൈനസും കൂടി വരും. അവിടെ എന്താ? -(x-5) വരും. ക്ലിയർ? അപ്പോൾ മോഡ് വന്നു കഴിഞ്ഞാൽ അവരെ മൈനസും ആക്കും പ്ലസും ആക്കും. വേണമെങ്കിൽ ഇവനെ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്തു. -(x) എന്താ? -x, -(-) എന്താ? +5. അപ്പോൾ നമുക്ക് ഒത്തിരി കൂടി ഭംഗിക്ക് എഴുതി കഴിഞ്ഞാൽ
5 മൈനസ് എക്സ് അല്ലേ, 5 ആദ്യം എഴുതി മൈനസ് എക്സ്. അപ്പം ഇവന്മാരെ രണ്ട് രീതിയിൽ നമുക്കിങ്ങനെ മാറ്റാൻ പറ്റും. ഇനി ഒരു കാര്യം കൂടി പഠിച്ചു വെച്ചോടാ, എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇടയിൽ ചില ഈ മോഡ് വരുന്ന കേസിൽ ലിമിറ്റ് ഒന്ന് സ്പ്ലിറ്റ് ആവും, ഇടയിൽ വേറൊരു ലിമിറ്റും കൂടി കയറും. അപ്പോൾ നമുക്ക് തൽക്കാലം ഞാൻ അവനെ സി എന്ന് പറഞ്ഞിട്ടാണ് ലിമിറ്റ് നിന്ന് എടുത്തെന്ന് വെച്ചോ. ഇവനെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം, എ ടു സി എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് സി ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്തായിരിക്കും, ആ ലിമിറ്റിനെ നമ്മളൊന്ന് മാറ്റി. അപ്പോൾ ഈ ലിമിറ്റ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് അറിയോ, നമ്മുടെ ഈ എക്സ് മൈനസ് 5 അല്ലേ നമ്മുടെ അകത്ത് കിടക്കുന്നത്, അവനിക്ക് ഈക്വൽ ടു 0 ഇട്ട് കൊടുക്കാം. എന്തായിരിക്കും, ഈക്വൽ ടു 0 ഇട്ട് കൊടുക്കാം. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും, -5 അപ്പുറത്ത് വരുമ്പോൾ +5. അതാണ് നമ്മളുടെ ഇടയിൽ വരാൻ പോകുന്ന ആ ഒരു വാല്യൂ എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ദേ നമ്മൾ ഇവനെ മാറ്റാം കേട്ടോ. 2 to 8 ആണ്, ഇടയിൽ നമുക്ക് കിട്ടിയ വാല്യൂ എത്രയാണ്, 5 ആണ്. അപ്പോൾ മോഡ് എക്സ് മൈനസ് 5 ഡി എക്സ് ആണ്. നമ്മൾ ഇവനെ എങ്ങനെയാണ് മാറ്റാമെന്നറിയോ, എങ്ങനെയായിരിക്കും, 2 to 5 മൈനസ് ആണ്. അപ്പോൾ ആദ്യം എപ്പോഴും മൈനസ് ടൈം എഴുതാം, പിന്നെ പോസിറ്റീവ് ടൈം എഴുതാം കേട്ടോ. അപ്പോൾ ഇവിടെ മൈനസ് നമ്മളെല്ലാം മൈനസ് ഒക്കെ ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടിയിടാം, 5 മൈനസ് എക്സ് ഡി എക്സ് കിട്ടി, പ്ലസ് ഇവിടെ അടുത്ത ലിമിറ്റ് തരാം 5 to 8 എക്സ് മൈനസ് 5 ഡി എക്സും കിട്ടി. ക്ലിയർ ആണോ? ഇനി നമുക്ക് ഇൻ്റഗ്രൽ ചെയ്ത് തുടങ്ങാം. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ചെയ്തു കേട്ടോ, എല്ലാം കൂടി ചെയ്ത് കൺഫ്യൂഷൻ ആവണമെന്നില്ല. ഇവൻ I1 എന്ന് എടുക്കുക, ഇവൻ I2 എന്ന് എടുക്കുക, രണ്ടുപേരും ഒരുമിച്ച് അങ്ങ് ചെയ്താൽ മതി. അപ്പോൾ വേണമെങ്കിൽ അടുത്തൊരു ഇതിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാം. എന്തായിരിക്കും, 2 to 5 I1 നമ്മൾ ആദ്യം ചെയ്യുന്നു, 2 to 5 എന്തായിരുന്നു, 5 മൈനസ് എക്സ് അല്ലേ, 5 മൈനസ് എക്സ് ഡി എക്സ് ആണ് വരാം. അപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ എന്തായിരിക്കും ഇവിടെ വരാം, ഇൻ്റഗ്രൽ 5 എന്ന് പറഞ്ഞാൽ എന്താ, 5x മൈനസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താ, x²/2 ആണ്. നമ്മുടെ ലിമിറ്റ് ആരാ, 2 to 5 ആണ്. അപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ ആദ്യം നമ്മൾ ആര് അപ്ലൈ ചെയ്ത് കൊടുക്കൂടാ, 5 അപ്ലൈ ചെയ്യും. അപ്പോൾ 5 into 5 മൈനസ് 5²/2. ആദ്യം നമ്മൾ 5ൻ്റെ ടൈം മൊത്തം അപ്ലൈ ചെയ്തു, മൈനസ് അടുത്ത ആരാ, 5 into 2 മൈനസ് 2²/2. ഇങ്ങനെ നമുക്ക് കിട്ടി. അതായത് ആദ്യം ആ 5 അപ്ലൈ ചെയ്തു, പിന്നെ 2 അപ്ലൈ ചെയ്തു. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും, 5 into 5 എന്ന് പറഞ്ഞാൽ 25 മൈനസ് 5²/2 എന്ന് പറഞ്ഞാൽ 25/2 മൈനസ് 2 into 5 എത്രയാ, 10 ആണ്, മൈനസ് 2²/2 എന്ന് പറഞ്ഞാൽ 2²/2 എന്ന് പറഞ്ഞാൽ 4/2 അല്ലേ, 4/2 എന്ന് പറഞ്ഞാൽ 2 ആണ് കിട്ടിയത്. ക്ലിയർ? അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടി, 25 മൈനസ് 25/2 മൈനസ് 10 മൈനസ് 2 എന്ന് പറഞ്ഞാൽ 8 ആണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടില്ല, അവൻ അവിടെ കിടന്നോട്ടെ. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യാം കേട്ടോ, I2നെ ചെയ്യാണ്. എന്തായിരിക്കും വരാം, 5 to 8 നമുക്ക് തൊട്ടുമുമ്പിൽ നോക്കി എത്രയായിരുന്നു, എക്സ് മൈനസ് 5 ആണ്, എക്സ് മൈനസ് 5 ഡി എക്സ് ആണ്. നമുക്ക് ഇട്ട് കൊടുക്കാമല്ലോ, എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താ, x²/2 അല്ലേ, x²/2 മൈനസ് 5ൻ്റെ ഇൻ്റഗ്രൽ 5x ആണ്. നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുക, 5ഉം 8ഉം ആണ്. അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, ആദ്യം 8²/2 മൈനസ് 5 into 8 മൈനസ് അടുത്ത എന്താണ്, 5²/2 മൈനസ് 5 into 5 ആണ്. അപ്പോൾ നമുക്ക് 8²/2 എന്ന് പറഞ്ഞാൽ 64/2 ആണ്. 8² എന്ന് പറഞ്ഞാൽ 64/2 എന്ന് പറഞ്ഞാൽ 32 മൈനസ് 40 മൈനസ് ഇവിടെ എന്തായിരിക്കും, 25/2 മൈനസ് 25. ഇതിലൂടെ ഭംഗിക്ക് എഴുതി കഴിഞ്ഞാൽ -8 ഇവിടെ എന്ത് വരും, മൈനസ് 25/2 അതായത് മൈനസ് ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്യാം. അടുത്ത മൈനസ് ഇൻറ്റു മൈനസ് എന്തായിരിക്കും, 25 ആണ്. ഇങ്ങനെ കിട്ടിയില്ലേ? ഇനി നമുക്ക് രണ്ടുപേരൊന്ന് ആഡ് ചെയ്ത് നോക്കാം, നമ്മുടെ ഫൈനൽ ആൻസർ I1 പ്ലസ് I2. അപ്പോൾ ഇവിടെ മുകളിൽ ആരാ, 25 മൈനസ് 25/2 മൈനസ് 8 ആണ്. ഇനി ഇവന്മാരെ ആഡ് ചെയ്യാം, -8 മൈനസ് 25/2 പ്ലസ് 25. ആരെയൊക്കെ കട്ട് ചെയ്ത് കളയാടാ, ഇവിടെ -2 ഇവിടെ എല്ലാവരെയും ഒന്ന് ആഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ +25 ഉണ്ട്, +25 ഉണ്ട്, എത്ര കിട്ടും, 50 കിട്ടി അല്ലേ. -8 ഉണ്ട്, -8 ഉണ്ട്, -16 കിട്ടി. ഇവിടെ -25/2 -25/2 എന്താണ്, -25/2 -25/2 എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ സെയിം അല്ലേ, അപ്പോൾ -50/2 ദാറ്റ് ഈസ് ഈക്വൽ ടു -25. എത്രയായിരിക്കും, -25. അപ്പോൾ ഇവിടെ നമ്മളൊന്ന് ആഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടൂടാ, 50 മൈനസ് 16 -25 എത്ര വരും, -41 ആണ്. -41ൻ്റെ ആൻസർ എന്തായിരിക്കും, 9 ആയിരിക്കും. അപ്പോൾ സെപ്പറേറ്റ് ചെയ്താൽ മതി, ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര വലുതായിട്ടായിരിക്കും വരാം. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും കൺഫ്യൂഷനൊക്കെ വരും. അതല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒറ്റയടിക്ക് ചെയ്ത് നമുക്ക് ആൻസർ കിട്ടും. ഇപ്പോൾ ഭയങ്കരമായിട്ട് ഇതൊക്കെ നിങ്ങൾക്ക് ഇനിയും സിംപ്ലിഫൈ ചെയ്യാം, അതിൻ്റെ ആവശ്യം വന്നാൽ നമുക്ക് ലാസ്റ്റ് ഇട്ട് ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് ആൻസർ കിട്ടൂടാ. ഇനി നിങ്ങൾക്ക് ഏതാണോ കംഫർട്ട് ആ ഒരു രീതിയിൽ പൊക്കും. അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് ഇക്വേഷൻസ് വന്നൊരു ചാപ്റ്ററാണ്, പക്ഷേ പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ബേസ് ആയിട്ട് വെച്ചിട്ട് മക്കൾ പഠിച്ചു തുടങ്ങിക്കോ. ഇക്വേഷൻസ് എഴുതി അങ്ങ് പഠിച്ചോ, നല്ല അടിപൊളിയായിട്ട് എക്സാം എഴുതൂലേ, നന്നായിട്ട് എഴുതുക. ഓൾ ദ ബെസ്റ്റ്.